وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. أما بعد، فاللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും പിടിക്കുന്ന വിഷയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമെല്ലാവരും ദുനിയാവ് ഉണ്ടാക്കിയതോ ദുനിയാവ് അല്ലാഹു നാളെ കടത്തിയതോ സൃഷ്ടിച്ചതോ ಎಲ್ಲಾತಂಡ ಉದ್ದೇಶ ಗುರಿ ಅದು ಅವನ ಮಾತ್ರ ಇಬಾದತ್ എടുക്കുകയും ചെറുപ്പത്ത വലിയൊരു ಗುರಿಗೆ ಇಟ್ಟಿದ್ದಾರೆ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ദാരിയാത്തിൽ சொல்ற പോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്നു വർഗത്തും ഇൻസാൻ വർഗത്തും സൃഷ്ടിച്ചിട്ടില്ല എന്തുകല്ലാണ്ട്, അതായത് ഈ രണ്ട് വർഗത്തെ എന്തിനു മാത്രമേ ഇട്ടിക്കರು ಸೃಷ್ಟಿಸಿರೋ ನಂಡ ಇಬಾದತ್ എടുക്കുക മാത്രമേ ಇಟ್ಟಿക്കರು ನಂಡ ಮಾತ್ರ ಇಬಾದತ್ എടുക്കുക ಇಟ್ಟಿക്കರು ಈ രണ്ട് വർഗത്തെ ನಾನು ഭൂമിയിൽ സൃഷ്ടിച്ചിರೋ ಅಂತ ಇಟ್ಟಿക്കರು. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ദുനിയാവ് സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഇട്ടിക്കರು ഈ ആയത്തിൽ നമുക്ക് ചെന്നുണ്ട്. അതേപോലെ വേറെ ചമ്മായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽമാർ എന്ത് കർത്തിರೋ നബിമാർ എന്ത് ഇട്ടിക്കರು കർത്തിರೋ ഇതേ ഒരു ഉദ്ദേശം ചൊല്ലുക ഇട്ടിക്കರು ചെല്ലും ചമ്മ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. ഉദാഹരണം ചെല്ലും സൂറ നഹൽ 36 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. എല്ലാ സമുദായത്തിലും നമ്മൾ റസൂലരെ കർത്തിര എന്തൊരു ചെന്ത് നിങ്ങൾ എന്തൊരു ചൊല്ലുന്ന ചെന്ത ഞങ്ങളെ കർത്തിರೋ അൻ യഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കോ ചെന്ത ഞങ്ങളെ കൗമരൊട്ടിಗೆ ചെല്ലಬೇಕಿದೆ. എല്ലാ സമുദായത്തിലും റസൂലരെ കർത്തിರೋ. അതേപോലെ വജ്തനിബു ത്വാഗൂത്ത്, അല്ലാഹു അല്ലാണ്ട് എന്തെല്ലാം ഇബാദത്ത് എടുക്കಬೇಡ್ರ ಅದೆಲ್ಲ ಇಬಾದತ್ ನೀವು ಮುಟ್ಟಲಿಕ್ಕವರು ಚೆಂದು, അതായത് തൗഹീദിന്റെ പ്രചാരമാകും തൗഹീദിന്റെ വിരുദ്ധമാകും ശിർക്കിലോ എച്ചരിക്കലാകും ശിർക്കിൽ നിന്ന് ആത്മാവ് എച്ചരിക്കലാകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായത്തിലും റസൂൽമാരെ കർത്തിರೋ ചെಂದು അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽമാരെ കർത്തിയದರ ಬರುವ ಉದ್ದೇಶം ಚಮ್ಮ ಆಯ್ತು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೆಂದ. ಅಪ್ಪ ನಾವು ದುನಿಯಾವು ಗುರಿ ಇದೆ ಇಟ್ಟಿಗೆ ದುನಿಯಾವು ಬಂದ ಉದ್ದೇಶ ಇಟ್ಟಿಗೆ റസൂൽമാർ ಬಂದ ಉದ್ದೇಶ അള്ളാഹു അവരുടെ കിതാബ് കെട്ടിയ ഉദ്ദേശവും ഈ തൗഹീദ് കൈറ്റിക്കര് ಅದರ ವಿರುದ್ಧವಾಗಿ ಶಿರ್ಕರು ಹುಟ್ಟಲಿಕ್ಕೆ ಇಟ್ಟಿಕರು ಚೆಂದ ಇಟ್ಟಿಕೊಂಬತ್ತುಗು ಆ ಶಿರ್ಕರ ಯಾದಾರ್ಥ ಅಂದ್ರೆ ಇಟ್ಟಿಕರು ಆ ಶಿರ್ಕರ ಹಕೀಕತ್ ಅಂದ್ರೆ ಇಟ್ಟಿಕರು ಶಿರ್ಕ ಚೆಂದಂಗೆ ಎಂದ್ರೋ ಚೆಂದ ನಂಗ വാജിബായിട്ടും കട്ടായമായിട്ടും നാം ഒരാൾ അറിയിപ്പിക്കുന്നു സഹോദരന്മാർ. എന്തിനാ അറിയിപ്പിക്കുന്നു? എന്തൊക്കെ ചെന്നെങ്കിൽ ഒന്നാമതായിട്ട് ഞങ്ങൾ ആ ഷിർക്ക് കൂടുന്നതിൽ നിന്ന് സലാമത്താവും. അതേപോലെ ആളുള്ള ഉണ്ട് എന്തോ അങ്ങ് സ്വന്തം മുസ്ലിം ചെന്ന് ഇതേ ഡിഗ്രി ഇസ്ലാം തീര് ചെന്ന് ഷിർക്കിൽ മൂത്തുള്ള ആളാ അങ്ങനെ ഉസ്താദുമാരും മുസ്ലിംമാരെ പങ്കു കേട്ടിട്ട് അങ്ങ് ഷിർക്കിൽ മൂത്തു അതിൽ ഞാൻ ഇസ്ലാം ചെന്ന് വ്യാജിച്ചിട്ട് വഞ്ചനയിലേക്കുള്ള ആളാ ಅಂಕ ನನಗೆ ಚೆಂದ ಕೊಡುವ ಸಾಧ್ಯ. ಶಿರ್ಕರ ಯಾದಾರ್ಥ ನನಗೆ ಮನಸ್ಸಿಲಾಗಿ ಅಂಕ ನನಗೆ ಚೆಂದ ಕೊಡುವ ಸಾಧ್ಯ ಅವರು ಸಹೋದರಮಾರ. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ശിർക്കര യാഥാർത്ഥ്യ മനസ്സിലാക്കി കണ്ടപ്പോൾ 4 അടിസ്ഥാനപരമായ വിഷയത്തിൽ നായകർ വന്നത് വേഗം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ എന്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിയ പോലത്തെ കൗമായ പോലത്തെ മക്കത്തെ മുശ്രിക്കീന ഇങ്ങ ആരായിട്ടിരിക്കുന്നവർ റബ്ബ് ചെന്നങ്ങ് വിശ്വാസം വെച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ വേണ്ടിയിട്ട് അങ്ങനെ റബ്ബ് ചെന്നങ്ങ് വിശ്വാസം വെച്ചുകൊണ്ടിരുന്നത്. എന്തായിരിക്കും റബ്ബ് ചെന്നതിന് അർത്ഥം? റബ്ബ് ചെന്നെങ്കിൽ ഞങ്ങളെ സൃഷ്ടിക്കർത്ത, ഞങ്ങളെ ಒಡೆಯ, ഞങ്ങളെ ಮಾಲೀಕ, ഞങ്ങളെ എല്ലാ വിഷയത്തിലും നിയന്ത്രിക്കുന്നവನು, ഞങ്ങൾക്ക് ജീവ തണ്ടവನು, ഞങ്ങൾക്ക് മരിപ്പ് തണ്ടവನು, അതേപോലെ ഞങ്ങൾക്ക് റിസ്ക് തണ്ടവನು, മല ബർമാറ്റവನು, ഇങ്ങനെ എന്തെല്ലാം നിയന്ത്രണം ഉണ്ടാ ആകാശ ഭൂമിയില് എല്ലാ സൃഷ്ടിനെ നിയന്ത്രിക്കുന്നവನು, കൺട്രോൾ ആക്കുന്നവನು അള്ളാഹു ഊണയിട്ടിക്കുന്ന റബ്ബായ സഹോദരന്മാർ. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങ ആരായിട്ടിക്കര് അങ്ങനെ സൃഷ്ടിക്കർത്തയ്ക്കും അങ്ങനെ ಒಡೆಯയ്ക്കും അങ്ങനെ എല്ലാ വിഷയത്തിലും നിയന്ത്രിക്കുന്ന ആളായിട്ട് വിശ്വാസം വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ റബ്ബായിട്ട് വിശ്വാസം വെച്ചുകൊണ്ടത് ഒരു ഡൗട്ട് ഇല്ല. ഖുർആനെ എടുത്തു നോക്കൂ, കണക്കില്ലാത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെ சொல்ற അല്ലാഹുവിനെ വേണ്ടിയിട്ട് അങ്ങനെ റബ്ബ് ചെന്ന് വിശ്വാസം വെച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് നീളുന്ന ഒരു ആയത്ത് പേക്കറ സൂറ യൂനുസ് 31ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ല് ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്
യാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ മുശ്രിക്കായ ആൾമാരൊട്ടിಗೆ നിങ്ങൾ കേൾക്കൂ ആറ് ദിക്റിൽ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് റിസ്ക് തന്നോ അതായത് ആകാശത്തിൽ നിന്ന് മലകൾ കണ്ടിട്ട് ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തന്നോ ആറ് ദിക്റ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുത് ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ അമ്മൻ യംലികു السمع والابصار ومن يخرج الحي من الميت ويخرج الحي من الميت അതേപോലെ ആരെ ദിക്ർ നിങ്ങളെ കേൾവിയും അതേപോലെ നിങ്ങളെ കാഴ്ചകളും വടയാരെ ദിക്ർ നിങ്ങൾക്ക് കാവ് തന്നോ കേൾവി ശക്തി തന്നോ കാഴ്ച ശക്തി തന്നോ നോക്കൂ അതായത് കണ്ണ് തന്നോ ഇതിലുള്ള വടയ ആരെ ദിക്ർ അതേപോലെ ومن يخرج الحي من الميت അതായത് ജീവനില്ലാത്തതിൽ നിന്ന് ജീവന്റെ വസ്ത്രം പുറത്തെടുക്കുന്നു ويخرج الميت من الحي ജീവനിൽ നിന്ന് ജീവനില്ലാത്തവരോ മരിച്ചവരോ പുറത്തെടുക്കുന്നു ആരെ ദിക്ർ ومن يدبر الامر അതേപോലെ എല്ലാ വിഷയത്തും ആകാശ ഭൂമിയിലെ എല്ലാ വിഷയത്തും തദ്ബീർ നിയന്ത്രിക്കുന്ന ആരെ ചെന്ന് നിങ്ങൾ കേട്ടെങ്കിൽ فسيقولون الله الله ചെല്ലുവാൻ അതെല്ലാം അല്ലാഹുവിനെ കുറിച്ചാണ് ചെല്ലുവാൻ അതെല്ലാം അല്ലാഹുവിനെ കുറിച്ചാണ് ചെല്ലുവാൻ ചെന്ന അല്ലാഹു ചെല്ലുന്ന വിശ്വാസം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ കേൾക്കു ചെല്ലുറോ ഫഖുൽ അഫലാ തത്തഖൂൻ അവനെ ചെല്ലുറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നിങ്ങൾ അല്ലാഹുവിനെ ചെന്ന് വിശ്വാസം വെക്കറാകട്ടായി അപ്പോൾ നിങ്ങൾ എന്ത് അല്ലാഹു തഖ്വ വെച്ചിട്ട് അവന്റെ മാത്രമേ ഇബാദത്ത് എടുക്കില്ല ഇബാദത്തിന് എങ്ങനെ ദിക്ർ തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളെ റബ്ബ് നിങ്ങളെ സൃഷ്ടികർത്ത നിങ്ങളെ നിയന്ത്രിക്കുന്നവനോ ആകാശത്തിൽ നിങ്ങൾക്ക് റിസ്ക് തന്നവനോ അതേപോലെ എല്ലാ വിഷയത്തെ നിയന്ത്രിക്കുന്നവനോ നിങ്ങൾ ഒടയ ഇതെല്ലാം അല്ലാഹുവിനെ ദിക്റിലേക്ക് വിശ്വാസം ഇക്കുമ്പോഴത്തേക്കു എങ്ങനെ ദിക്ർ ഇബാദത്തിന്റെ വിഷയം വരുമ്പോഴത്തേക്കു നിങ്ങൾ എന്താക്കലൊട്ടിಗೆ ശിർക്കാകും എങ്ങനെ ദിക്ർ അവർക്ക് ഇബാദത്ത് കൊടുക്കുന്നതൊട്ടിಗೆ ആരെങ്കിലും നിങ്ങൾ ഇബാദത്ത് എടുക്കും എങ്ങനെ ദിക്ർ നിങ്ങൾ ഈ വിഷയത്തെ തെരഞ്ഞെടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് കേൾക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ വൈരുദ്ധ്യം സഹോദരന്മാർ റബ്ബ് അല്ലാഹുവിനെ ചെന്ന് വിശ്വാസം വെക്കുമ്പോഴത്തേക്കും ആ ഇബാദത്ത് അവന്റെ മാത്രം ഹഖ് ദിക്റപ്പം ഇബാദത്ത് റബ്ബിന് മാത്രം ഹഖ് ദിക്ർ അപ്പൊ റബ്ബ് അല്ലാഹു മാത്രം ചെന്ന് വിശ്വാസം വെക്കും എങ്ങനെ ദിക്ർ ഇബാദത്ത് അവർക്ക് മാത്രം കൊടുക്കാണ്ട് അവനൊട്ടിಗೆ വേറെക്കും കൊടുക്കും ഇതെല്ലാ തന്നെ വലിയ വൈരുദ്ധ്യം ദിക്ർ അല്ലാഹുവിന്റെ ഖുർആനിൽ മുശ്രിക്കീങ്ങളെ എതിരേറ്റ് അങ്ങനെ അഗൈൻസ്റ്റ് ആയിട്ട് ചമ്മ പ്രമാണത്തെ ചമ്മ പ്രൂഫ് അല്ലാഹു യൂസ് ആക്കുക അനന്തോ അല്ലാഹു അങ്ങനെ എതിരേറ്റ് യൂസ് ആക്കിയ പ്രമാണത്തിൽ വെച്ചിട്ട് എല്ലാ തന്നെ വലിയൊരു പ്രമാണം ഈ റുബൂബിയത്തും ഉലൂഹിയത്തും പ്രമാണം ചെല്ലുന്നത് അതായത് അല്ലാഹു മാത്രം റബ്ബിനെ നിങ്ങൾ വിശ്വാസം വെക്കുമ്പോഴത്തേക്കു നിങ്ങൾ ഇബാദത്തും നിങ്ങൾ അവന്റെ എടുക്കും എങ്ങനെ ദിക്ർ ആ ഇബാദത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പോണ്ടാറ് ഇബാദത്തിൽ നിങ്ങൾ വേറെങ്കിലും ഇബാദത്ത് എടുക്കാറുണ്ട് അല്ലാഹു അങ്ങനെ അഗൈൻസ്റ്റ് ആയിട്ട് ചമ്മജാകിൽ ഈ ഒരു വിഷയത്തിൽ അല്ലാഹു അങ്ങനെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രമാണം എടുക്കരുത് അപ്പൊ സഹോദരന്മാരെ ഈ ഒരു വിഷയത്തോ ഇപ്പൊ നാ ഓതി വന്ന ആയത്തിൽ മാത്രമല്ല എത്രമാ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കേട്ടിട്ട് അല്ലാഹു അങ്ങനെ ആൻസർ നമുക്ക് ശക്തമായിരിക്കും അങ്ങനെ ഇതെല്ലാത്തിനും അല്ലാഹുവിന്റെ ചെല്ലുവാൻ റബ്ബ് അല്ലാഹുവിന്റെ ചെല്ലുവാൻ ശക്തി അല്ലാഹു ചമ്മജാകിൽ ഖുർആൻ വെച്ചതാണ് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആക്കുന്നത് ഈ ആയത്തിലുള്ള നിങ്ങൾ എന്താക്കും സൂറത്തെ പേരും അതേപോലെ നമ്പറുകൾ നിങ്ങൾ നോട്ടാക്കി വെക്കും എന്നുവെച്ചാൽ ചമ്മ നിങ്ങൾക്ക് ഫായിദ സഹോദരന്മാരെ ദഅവത്താക്കും സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ശിർക്ക് എന്തൊരു ആയത്തില് നിങ്ങൾക്ക് ആത്മാർക്ക് ഇങ്ങനത്തെ വിഷയം ചെന്ന് കൊടുക്കൂ ചമ്മ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവും ഒരു വാട്സ്ആപ്പ് മെസ്സേജിലായി നിങ്ങൾക്ക് അത് കടത്തൂ ചമ്മ ചിലപ്പോൾ നിങ്ങളൊരു മെസ്സേജിന്റെ കാരണത്താൽ അല്ലെങ്കിൽ നിങ്ങളൊരു ചെന്നതിന്റെ കാരണത്താൽ ആരായും തൗഹീദ് സ്വീകരിക്കുവാൻ ഒരാൾ നാളെ മുഖാന്തര തൗഹീദ് സ്വീകരിച്ചതിന് എത്ര വലിയ പ്രതിഫലിക്കുന്നുള്ളത് അങ്ങനെ എന്തെല്ലാം അമൽ സ്വാലിഹാത്താക്കാരാ അതെല്ലാം അതിൽ പിന്നെ അതിൽ പിന്നെ അങ്ങനെ ഹിദായത്തായിട്ടാൽ പിന്നെ എന്തെല്ലാം അമൽ സ്വാലിഹാത്താക്കാരാ അതെല്ലാം നമുക്ക് അവളെ കൂലി കിട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ ചെറിയ വിഷയമല്ല. അതുകൊണ്ടു നിങ്ങൾ എഴുതിയെടുക്കണം ചിന്തയിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത്. അതായത് ഇപ്പൊ നാ ഓതി വെച്ചപ്പോൾ ആയത്ത് സൂറ യൂനുസ് 31 ഇതേ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചമ്മ ആയത്തിൽ ചെറുതാണ് അതായത് സൂറ സുമർ 38 ആയത്തിൽ, സൂറ ലുഖ്മാൻ 25 സൂറ അൻകബൂത്ത് 61 63 അതായത് 61 അതേപോലെ സൂറ മുഅ്മിനൂൻ 84 89 ആയത്തോ അല്ലാഹു നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചമ്മ ക്വസ്റ്റ്യൻ കേൾക്കുന്ന അല്ലാഹു ഇങ്ങനെ അല്ലാഹു ചമ്മ ജാഗിൽ ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാണ്. അപ്പൊ ഇതിനെ നോട്ടാഘോഷത്തേക്ക് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ അങ്ങനെ റബ്ബ് അല്ലാഹു ദിക്റ
അങ്ങനെ സൃഷ്ടികർത്ത അള്ളാഹു വൈദിക്കറ, അങ്ങനെ മാലിക് അള്ളാഹു വൈദിക്കറ, അങ്ങനെ എല്ലാ വിഷയത്തെ നിയന്ത്രിக்கிறோம் അള്ളാഹു വൈദിക്കറ ചെന്ന് വിശ്വാസം വെച്ച് തിന്നാറുണ്ടായെങ്കിൽ അപ്പൊ അങ്ങനെ ഷിർക്ക് എന്തരത്തിലേക്ക് എത്താൻ ഷിർക്ക് ഏത് വിഷയത്തിലേക്കാണ് കാഫിറായത് മുശ്രിക്കായത് സഹോദരന്മാരെ. അതായത് അങ്ങനെ ഷിർക്കാക്കിയത് ഇബാദത്തിന്റെ വിഷയത്തിലേക്ക് എത്തി, റബ്ബ് ചെറുന്ന വിഷയത്തല്ല ഷിർക്കാക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയത്തിലേക്ക് എന്ത് ഷിർക്കാക്കിക്കൊണ്ടിരുന്നത് നോക്കറു. ഈ ഷിർക്ക് വിൽക്കുമ്പോഴത്തോ ചില മുസ്ലിയാക്കന്മാർ സാധാരണ ആൾമാർക്ക് ചെന്ത് കൊടുക്കുന്ന എതിർച്ചെങ്കിൽ അതായത് മക്കത്ത് മുഷ്രിക്കീങ്ങ അങ്ങ മുഷ്രിക്കാവുന്നില്ല കാഫിറാവുന്നില്ല കാരണം എതിർച്ചെങ്കിൽ അങ്ങ് അള്ളാഹു അല്ലാണ്ട് ആരെല്ലാം വെച്ച് ദുആ മാറ്റുന്നാർ അള്ളാഹു ഒട്ടിക്ക ആ അങ്ങ് ആരാധ്യരും അള്ളാഹു സമാനമായിക്കൊണ്ടിരുന്നാർ. അതായത് ആ ആരാധ്യത്തിക്കറ് ആ ആരാധ്യം റബ്ബൈത്തിക്കറ് ചെന്താണ് വിശ്വാസം വെച്ച സബുലൈത്തിക്കറ് മക്കത്തെ മുഷ്രിക്കീങ്ങ മുഷ്രിക്കായോ കാഫിറായോ ചെന്തൈത്തിക്കറ് ഇന്നത്തോ ഉസ്താദുമാർ ചെന്ന് കൊടുക്കുന്നു. അർത്ഥത്തില്ല അതായത് അങ്ങ് ഈ മൂർത്തിയോ വിഗ്രഹത്തോ ഇതിലോ റബ്ബൈത്ത് കണ്ടോണ്ടിരുന്നാൽ ഇതിനങ്ങനെ സൃഷ്ടിക്കർത്തും അങ്ങനെ മാലിക്കും അങ്ങനെ നിയന്ത്രിക്കുന്ന ഇത് കണ്ടോണ്ടിരുന്നാലും അങ്ങനെ വിശ്വാസം വെച്ചിരുന്നാൽ അങ്ങനെ സംഭവിക്കുന്ന മുഷ്രിക്കായ ചെന്ത് എന്താക്കാറ് സാധാരണ ആൾമാർ തീർക്കപ്പെട്ടാറ് മാത്ര വിഷയം അങ്ങനമാ അള്ളാഹു വ്യക്തം ഇത് എത്ര ആയത്തിൽ ചേർന്ന അങ്ങനെ അങ്ങനെ ആരാധ്യ റബ്ബൈത്ത് കണ്ടിട്ടേയില്ല. അള്ളാഹു മാത്രം ഇരിക്കുന്ന റബ്ബൈത്ത് കണ്ട സഹോദരന്മാർ. അപ്പൊ പിന്നെ ശരിക്ക് അതിന് അശന്ന പോലെ ഇബാദത്തിലേക്ക് സഹോദരന്മാരാണ് ഷിർക്ക്. അതും ഇബാദത്തിൽ എങ്ങനെ ഇതിന്റെ ഇബാദത്തിൽ അങ്ങനെ ഷിർക്കുന്നത് സഹോദരന്മാരെ, എങ്ങനെ ഇതിന്റെ ഇബാദത്തിൽ അങ്ങനെ ഷിർക്കുന്നത് അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് ചെന്തണ്ട. അങ്ങനെ ഷിർക്ക് ഇബാദത്തിൽ എങ്ങനെ ഇതിന്റെ ഷിർക്ക് അതായത് എങ്ങനെ ഇതിന്റെ ചെന്നെങ്കിൽ അങ്ങ് എന്തിനാ അതായത് ഞാൻ ചമ്മ തപ്പാക്കുറാൽമാരെ എത്തിക്കണം, ചമ്മ തപ്പും മുങ്ങിത്തുള്ള ആൾമാരെ എത്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുട്ട ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ദുആർന്നേ ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കേട്ടേ ഞങ്ങളെ കഷ്ടത്തെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ അള്ളാഹു ഒട്ടിക്ക് ദുആർന്നെങ്കിൽ അള്ളാഹു എന്താക്കില്ല ഞങ്ങൾക്ക് ഉത്തരം കണ്ടില്ല എന്ന് വെച്ചെങ്കിൽ ഞാൻ ചമ്മ തപ്പും മുങ്ങിക്കണം ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു ദുആർന്നെങ്കിൽ അവനക്ക് മാപ്പാക്കില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു മുട്ടായപ്പോഴത്തോ കുറെ അടിമ മാറില്ല, അള്ളാഹു മുട്ടായപ്പോഴത്തെ അടിമ മാറില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വിളിച്ച് ദുആർന്നെ അങ്ക് ഞങ്ങൾ ഇബാദത്തിൽ അർപ്പിച്ചേ അങ്ക് ഇത് അങ്ങനെ പേരുള്ള ആർത്തേക്ക് അങ്ങനെ പേരുള്ള നേർച്ചാക്കിയെങ്കിൽ അങ്ങനെ എന്താക്കാറ് ഞങ്ങളും അള്ളാഹുനോടുള്ള മധ്യസ്ഥന്മാരാവാറ്. അങ്ങ് ഞങ്ങൾ അങ്ങനെ വിളിച്ച് ദുആർന്നെങ്കിൽ അങ്ങ് അള്ളാഹുട്ട പോയിട്ട് ഷഫാഅത്താക്കാറ്. ഷഫാഅത്താക്കിയിട്ട് ഞങ്ങളെ കഷ്ടത്തെല്ലാം അള്ളാഹുട്ട ചെന്ന് ദൂരാപ്പാട്ടി കണ്ടാറ്. അതേപോലെ ഞങ്ങൾ എന്തെല്ലാം അകറ്റുണ്ട ആവശ്യമുണ്ട അതെല്ലാം അള്ളാഹുട്ട ചെന്ന് പൂർത്തിയാക്കി കണ്ടാറ്. അത്രമാത്രല്ല അള്ളാഹുട്ട ഷഫാഅത്താക്കുന്നതൊട്ടിക്ക് അങ്ങ് അള്ളാഹുട്ട ഞങ്ങളെ വിഷയത്തിൽ ചെന്ന് എന്താക്കാറ് ഞങ്ങൾക്ക് ഇബാദത്തിൽ അർപ്പിച്ചെങ്കിൽ അങ്ങനെ ഞങ്ങൾ അള്ളാഹുലിന്റെ യാരെയാറോ മുട്ടാക്കിറാറ് ചിലർ വിശ്വാസത്തേക്ക് അണ്ടത്തെ മുഷ്രിക്കീങ്ങ അള്ളാഹു അല്ലാത്ത ഞങ്ങളോ വിളിച്ചിട്ട് വാറുന്നത് അങ്ങ് വേറെ കാരണത്തെ ഇബാദത്തിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനുള്ള തെളിവ് ഇതും എഴുതിയെടുക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുതൽ ആയത്തേക്ക് അതായത് അങ്ങനെ ഷഫാഅത്ത് ഗൈത്ത് അല്ലാഹു അല്ലാത്ത ഞങ്ങള വിളിച്ച് ദുആർന്നു എന്നാണ് ചെറുതുള്ള തെളിവ് സൂറ യൂനുസിലെ 18ാമത്തെ ആയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹു ഒട്ടിക്ക് അങ്ക് ഒരു ഉപദ്രവം കൊടുക്കാത്ത പോലെ അങ്ക് ഒരു ഉപകാരമാക്കാത്ത പോലെ എന്താക്കിയാൽ അള്ളാഹു ഒട്ടിക്ക് ഇബാദത്ത് എടുക്കുക, അള്ളാഹു ഒട്ടിക്ക് വിളിച്ച് ദുആർക്കുക. ഇതൊക്കെ മാറ്റിക്കാൻ എങ്ങനെയിരിക്കും വാദിக்கிறோம், എങ്ങനെയിരിക്കും ന്യായീകരിக்கிறோം. അല്ലാഹു ചൊല്ലു വയഖൂലൂന ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്. ചെല്ലാറ് ഇങ്ങ എന്താ ഇരിക്കാറ് ഞങ്ങളെ ഇബാദത്ത് എടുക്കുക എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് അള്ളാഹുടെ പക്കല് ഷഫാഅത്ത് ചെല്ലാൻ അള്ളാഹുടെ പക്കല് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്ത് ഞങ്ങളുടെ അഗത്യത്തെല്ലാം ഞങ്ങളുടെ ആവശ്യകതകളെല്ലാം പൂർത്തിയാക്കി തന്നെ ഇരിക്കാറ്. അള്ളാഹുട്ട ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്ത് ഞങ്ങളെ ഉപദ്രവത്തെല്ലാം ഞങ്ങളുടെ കഷ്ടത്തെല്ലാം ദൂരാക്കി തന്നെ ഇരിക്കാറ്. ചില ഈ വിശ്വാസത്തെ ഇരിക്കല് അള്ളാഹു അല്ലാത്തങ്ങളോ അള്ളാഹു ഒട്ടിക്ക് അപേക്ഷിച്ച് വാർന്നുകൊണ്ടിരുന്നത് ചെന്ത് അള്ളാഹു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ചെണ്ടെന്നുള്ള ഖുർആനില്. അതേപോലെ നായിപ്പോ ചെന്ന പോലെ അങ്ങ് ഉദ്ദേശം അങ്ങ് അള്ളാഹു അല്ലാത്തങ്ങൾ വെച്ച് ദുആർക്കുള്ള ഉദ്ദേശം എന്ത് ഞങ്ങൾ വെച്ച് ദുആർന്നെങ്കിൽ ഇങ്ങ് ഞങ്ങൾ ഇബാദത്ത് അർപ്പിച്ചെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ അള്ളാഹുലിന്റെ യാരെയാറോ മുട്ടാക്കുക ഞങ്ങൾ അള്ളാഹുലിന്റെ ചമ്മ ദൂരത്തുള്ള തപ്പാക്കി സബറും ഇങ്ങനെ ഞങ്ങൾ അള്ളാഹുലിന്റെ യാരെയാറോ മുട്ടാക്കലാണ് ചില ഉദ്ദേശം ഇതിന്റെ അള്ളാഹു ഒട്ടിക്ക് ഇങ്ങനെ ബാര വെച്ച് ദുആർന്നു. അതുള്ള ദലീൽ എന്തൊരു സൂറ സുമർ 3ാമത്തെ ആയത്തേക്ക്
സൂറ സുമർ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുവാൻ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ അല്ലാഹുവിന്റെ ಬೇರೆ ರಕ್ಷಕ ಇದು ಎಡ್ತಬೋದ ಆಲ್ಮಾರ್ ಅಂಕ ಸಹಾಯಕರ ಆಲ್ಮಾರ ಇದು ಎಡ್ತಬೋದ ಈ ಮುಶ್ರಿಕೀಗ ಇಂಗ ಎಂದಾಕ್ರಾರು ಇಂಗ ಚೆಲ್ರಾರು ಮಾ ನಅಬುದುಹುಂ ಇಲ್ಲಾ ಲಿಯುಕರ್ರಿಬೂನಾ ഇലല്ലാഹി സുൽഫ ഞങ്ങൾ എന്തിനു മാത്രം ഇതിന്റെ ഇബാദത്ത് ചെന്നോണ്ടിരുന്നാണ്. അതായത് ഞങ്ങൾക്ക് സഹായിക്കുക സ്വീകരിച്ച ബന്ധു ഔലിയാക്കന്മാർ ഞങ്ങളെ രക്ഷക ഇതിനെ എടുത്തപ്പോത്ത ആൾമാർ ഞങ്ങളെ സഹായിക്കുന്ന ആൾമാർ ഇതിനെ എടുത്തപ്പോത്ത ആൾമാർ നിങ്ങൾ എന്തിനു മാത്രം ഇതിന്റെ ഇബാദത്ത് എടുക്കണം അങ്ങനെ ഞങ്ങൾ അള്ളാഹുവിന്റെ ಯಾರ್ಯಾರು ಮುಟ್ಟಾಕು ಇಟ್ಟಿದ್ದೀರಿ നിങ്ങൾ ഇതിന് മാത്രം ഇതിന് ഇബാദത്ത് എടുക്കറോ ചെന്ന് മക്കത്തെ മുശ്രിക്കീങ്ങ ചെന്നതിനെ പോലെ എന്നൊരു വാദം ചെയ്തിരിക്കുന്ന സന്ദർഭം. അപ്പൊ എന്ത് ഉദ്ദേശമായിരിക്കും എന്ത് രണ്ട് ഉദ്ദേശമായിരിക്കും വിശ്വാസം എന്നത് ഒന്നു ഈ ആൾമാര് അതായത് ഈ മധ്യസ്ഥന്മാര് ഈ ഇടയാളന്മാര് ഈ മീഡിയേറ്റേഴ്സ് അങ്ങനെ അള്ളാഹു നടുവുള്ള പോലത്തെ ആൾമാര് അങ്ങനെ വിളിച്ച് ദുവാറിനെങ്കിൽ അങ്ങനെ ഞങ്ങൾ അള്ളാഹുവിന്റെ ಯಾರ್ಯಾರು മുട്ടാക്കാൻ ചെത്തും അതേപോലെ അങ്ങനെ വിളിച്ച് ഞങ്ങൾ ദുവാറിനെങ്കിൽ അങ്ങനെ അൻകൈത്ത് അള്ളാഹുവിന്റെ പക്കൽ ഷഫാഅത്ത് ചെന്ന് ഞങ്ങൾ ആവശ്യത്തെല്ലാം പൂർത്തിയാക്കി തണ്ടാറ് ഞങ്ങളെ കഷ്ടത്തെല്ലാം അള്ളാഹുവിന്റെ ചെന്ന് ദൂരാക്കി തണ്ടാറ് ചെല്ലോ ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രമേ ഇരിക്കരുത് ഞങ്ങൾ അള്ളാഹു അല്ലാതെ വിളിച്ച് ദുവാറുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തന്നെ വിശ്വാസം ചെന്നുള്ള സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്, ഇതേ വിശ്വാസല്ലേ ഇന്ന് മുസ്ലിയാക്കന്മാര് പാവപ്പെട്ട ഈ സാധാരണ ആൾമാർക്ക് ശക്തി കൊടുക്കും. ഇതേ വിശ്വാസല്ലേ സെയിം ടു സെയിം എഴുതിക്കുക. അതായത് ഞങ്ങൾ തപ്പാക്കി എഴുതിക്കുക തപ്പ് മുങ്ങിത്തൊന്നും എഴുതിക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അള്ളാഹു ഡയറക്റ്റ് ചെയ്ത് വിളിച്ചേക്ക് അള്ളാഹു ഉത്തര കണ്ടില്ല നടു ഒരാൾ പേര് ഞങ്ങളും അള്ളാഹു നടുള്ളൂ അള്ളാഹു മുട്ടയിട്ടുള്ള പോലത്തെ അമ്പ്യാക്കന്മാർ മൗലിയാക്കന്മാർ അങ്ങനെ മധ്യസ്ഥ ഞങ്ങൾക്ക് പേര് അങ്ങനെ മധ്യവർത്തി ഞങ്ങൾ എട്ടെന്ന് മാത്രം എത്തിക്കരുത് ഞങ്ങൾക്ക് അള്ളാഹു എത്തുകാവും ഡയറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അള്ളാഹു എത്തുകാവില്ല. അതായത് ഒരു രാജാവ് മുട്ട എത്തണമെങ്കിൽ ഞങ്ങൾക്ക് നടുള്ള ഒരു മന്ത്രി വേണ്ടേ ഞങ്ങൾക്ക് ഒരു ജഡ്ജിಗೆ എത്തണമെങ്കിൽ നടുള്ള ഒരു വക്കീല വേണ്ടേ ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കറണ്ട് എടുക്കുക നടുള്ള ഒരു ട്രാൻസ്ഫോമർ വേണ്ടേ ചെന്തലും എന്താക്കാറ് അള്ളാഹു ആറൊಟ್ಟಿಗೆ പോലീസರು ಕಂಪೇರ್ ಆಗ್ತಾ സുന്ദരന്മാരെ ഇങ്ങനത്തെ ഈ സൃഷ്ടി ചെയ്തുള്ള പോലത്തോ എന്തോ രാജാക്കന്മാരും അതേപോലെ ഇങ്ങനത്തെ ഈ ജഡ്ജിമാരൊട്ടിಗೆ ഇരിക്കുന്ന അള്ളാഹു ಕಂಪೇರ್ ಆಗ್ತಾರೆ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മുറുക്കത്തുമായ ശത്രാണ്. അതായത് നിങ്ങൾ തപ്പം മുങ്ങിയിരിക്കാറ്. അപ്പൊ അതുകൊണ്ടു ഞാൻ നിങ്ങൾ ദുആക്ക് ഉത്തര തരണുണ്ടായെങ്കിൽ നിങ്ങൾ എന്തോ രണ്ടോ കുട്ടയെന്നുള്ള പോലെ അടിമമാരോ മധ്യസ്ഥന്മാരെ സ്വീകരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ദുആക്ക് മാത്രമേ ഇരിക്കരുത് ഞാൻ ഉത്തര തരണം ആണെങ്കിലെ മാഫാകർഷൻ അള്ളാഹു എവിടെയെങ്കിൽ ചന്ദ്രാണ് ഇല്ല സഹോദരൻ റെഡി ഖുർആൻ നിങ്ങൾക്ക് അത് കിട്ടാൻ ബദലിൽ അതിന് വിരുദ്ധമായിട്ട് അള്ളാഹു എന്തൊരു ചന്ദ്ര وقال ربكم ادعوني استجب لكم very clear ആയിട്ട് very വ്യക്തമായിട്ട് നിങ്ങൾ റബ്ബ് ചന്ദ്ര നിങ്ങൾ എന്റെ വിളിച്ച് ദുആക്ക് ഞാൻ ഉത്തര തരട്ടെ നിങ്ങൾ എന്റെ വിളിച്ച് ദുആക്ക് ഉദഊനി അസ്തജിബ് ലക്കും ഞാൻ ഉത്തര തരട്ടെ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് ചൊല്ലുന്നു. നിങ്ങൾ ഏതായിട്ട് നോക്കുക സൂറ ബഖറ ആയത്ത് وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. രണ്ട് അടിമമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊട്ടിಗೆ രണ്ട് വിഷയത്തെ കേട്ടെങ്കിൽ അപ്പൊ ഞാൻ ഇത് ചമ്മ മുട്ടില്ല ബിസ് ദുആക്ക് രണ്ട് ബിസ് ദുആനെങ്കിൽ ನಾನು ದುಆಕ್ಕೆ ಉತ್ತರ ಕೊಡ್ತೀರಾ ಅಂತ ಹೇಳಿದ್ರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಚಲೋ ಸಹೋದರಮಾರೆ ಈ ಆಯತರ ವಿಷಯದ ಎಲ್ಲರೂ ಪಾಯಿಂಟ್ ನಾನು ಚಲೋ ಉದ್ದೇಶಿಕರ ಅದಾയത് ಉಲಮಾಕ ಪರಿಶೀಲಿಸಿದ್ದಾರೆ ഖുർആൻ ഇങ്ങനത്തെ ആയത്തുണ്ടല്ലേ എന്തോ വഇദാ സഅലക ചലോ ആയത്തുണ്ടല്ലേ അങ്ങനെ നിങ്ങളുടെ ഈ വിഷയത്തെ കേട്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഈ വിഷയത്തെ കേട്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഈ വിഷയത്തെ കേട്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെല്ലാം ആയത്തുണ്ട് ഖുർആനിൽ അതെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. ಅದರ ജവാബ് അല്ലാഹു എന്തൊരു ചെന്ന ഖുൽ നിങ്ങൾ ചെല്ലോ യാ നബിയേ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ അല്ലാഹു ചെല്ല എല്ലാ ചായ ഈ ഒരു ആയത്ത് കൊടുത്തു. ഈ ഒരു ആയത്ത് അല്ലാഹു എന്തൊരു ചെല്ല وإذا سألك عبادي عني فقل ചെന്ന അല്ലാഹു ചെല്ല فإني قريب ഡയറക്റ്റ് ഇത് ചെന്നേക്ക് ഉലമാക്ക ചെല്ലാറ് അതിലുള്ള പോലത്തെ ഒരു സൂചന എന്തൊരു ചെന്ന അതായത് ദുആത്തെ വിഷയം വരുമ്പോൾ അവിടെ നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട അവർ കൊല്ലും വേണ്ട ചെല്ലു ദുആത്തെ വിഷയം വരുമ്പോൾ അവർ ചെല്ലോ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിൽ വേണ്ട ഡയറക്റ്റ് അല്ലാഹു ചെല്ലിരിക്കരുത് ನಾನು ಅಲ್ಲಿಂದ ಸಣ್ಣ ಮುಟ್ಟಿಲ್ಲ ಚೆಲ್ಲೋ ಚೆಂದಿ ಅವ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬಿಸಿ ಎತ್ತಬಾಟೆಗೆ ಬೋಲು ಎಂದ್ರು ಆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಕುಲ್ ಚೆಲ್ಲದ ಅಲ್ಲಾಹು ಚೆಂದಿಲ್ಲ ಆ ದುಆ ಆಯತುಲ್ ಬೋಲು ಅಲ್ಲಾಹು ತೌಹೀದ್ರು ಅವರು ಬಿಸಿ ಅಲ್ಲಾಹು ಪರಿಗಣನೆ ಹಾಕಿಲ್ಲ ಚೆಂದಿ ಉಲಮಾಕ ನನಗೆ ಭಯಂಕರವಾಗಿ ഒരു ಪಾಯಿಂಟ್ ನನಗೆ ಚೆಂದ ಇಟ್ಟಿದ್ದಾರೆ. ആ വിഷയത്തിൽ പോലും പദ പ്രയോഗത്തിൽ പോലും അല്ലാഹു നടുവിൽ അതായത് ദുആ വിഷയത്തിൽ
അതിൽ ഇങ്ങനത്തെ പദപ്രയോഗത്തിന് പോലും നടുന്നൊരു വേണ്ട ആൾ വേണ്ട ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പദപ്രയോഗമാക്കിയ ചിന്തയിലേക്ക് ബലമാക്കാമെന്ന് ചിന്തണ്ടത്. അപ്പൊ അള്ളാഹു ഇങ്ങനെ ചൊല്ലുമ്പോൾ മുസ്ലിയാക്കന്മാർ എന്തൊരു ശ്രദ്ധ കൊടുക്കണം? ഇല്ല, അങ്ങനെ തപ്പാക്കാൻ എത്തിക്കണം, ഞങ്ങൾ തപ്പാക്കാൻ എത്തിക്കണം. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് ദുആനെങ്കിൽ അള്ളാഹു നാളെ ദുആക്ക് ഉത്തരം തന്നില്ല, ഞങ്ങൾ ചെന്ന് തപ്പാക്കാൻ എത്തിക്കണം. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് അള്ളാഹു നാളെ തപ്പ് മാഫാക്കില്ല ചെന്നിട്ട് സാധാരണ ആൾമാരോ എന്തൊക്കെ എത്തിക്കണം വെക്കരുത്. അള്ളാഹു അതായത് ഒർക്കത്തും മാഫാക്കാതെ പോകുന്നത് ആ ശിർക്കിന്റെ മേല് അതേ അവസ്ഥയിൽ മറിച്ചുപോയെങ്കിൽ അള്ളാഹു ഒർക്കത്തും മാഫാക്കാതെ പോകുന്നത് കാലകാലമായിട്ട് നരകത്തിലിരിക്കുന്ന വന്നോ അവർ തപ്പുരുടെ വേദിക്കല് അങ്ങനെ ഭയം നോക്കിയൊക്കെ മുസ്ലിയാക്കന്മാര് എന്താക്കരുത്, സാധാരണ ആൾമാർ നരകത്തെ ഭാഗ്യം സഹോദരന്മാരെ. ഇങ്ങനത്തെ ഈ എന്തോ ഒരു അടിസ്ഥാനമില്ലാത്ത വാദ ഖുർആൻ ഇല്ലാത്ത വിഷയം ചെന്ന് സാധാരണ ആൾമാരിനെ തീർത്ഥപ്പാടിലേക്ക് സഹോദരന്മാരെ എത്ര ഒരു വലിയൊരു ഭയാനകമായ വിഷയത്തിലാണ്. അപ്പൊ ഇതായിരിക്കും രണ്ടാമത്തെ വിഷയം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെല്ലും, അതായത് നിങ്ങളെ പൊലേമെ അന്നത്തെ മക്കത്തെ മുശ്രിക്കുകളെ ശിർക്കും ഇതേ ചിന്തോ നിങ്ങളിങ്ങനെ ഇന്ത്യങ്ങനെ നിങ്ങളും അള്ളാഹുനോടൊരു നിങ്ങൾ അള്ളാഹു വ്യക്തമായിട്ട് മധ്യസ്ഥന്മാരോ ഉണ്ടാക്കി വെച്ചാൽ അതേപോലത്തെ ശിർക്കായിട്ട് മക്കത്തെ മുശ്രിക്കുകളെ ശിർക്ക് ചെന്നെങ്കിൽ അപ്പൊ എന്തൊരു ചെല്ലാറ് ഒക്കെ കറക്റ്റ് എന്നാ അങ്ങനെ അള്ളാഹുനോടൊരു മധ്യസ്ഥന്മാരെ സ്വീകരിച്ചു എന്നാൽ മാത്രമാ അങ്ങ് മധ്യസ്ഥന്മാരെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് എങ്ങനത്തെ ആൾമാരെ തിന്നാറ്, അതായത് ഇങ്ങനത്തെ ഈ ജീമില്ലാത്ത പോലത്തോ വിഗ്രഹം മൂർത്തി, അതേപോലെ മണ്ണും അതേപോലെ മരം നക്ഷത്രം സൂര്യൻ ചന്ദ്ര ഇങ്ങനത്തെ ജീമില്ലാത്ത പോലത്തെ ബസ്സറായിരിക്കും അങ്ങനെന്തായിക്കൊണ്ടിരുന്നത്. അങ്ങനെ അള്ളാഹുനോട് മധ്യസ്ഥന്മാരാക്കിയിട്ടുണ്ട്. അതെ ഞങ്ങൾ മധ്യസ്ഥന്മാരാകും, ഞങ്ങളും അള്ളാഹുനോടുള്ള മധ്യസ്ഥന്മാരാക്കരുത്. അത് അള്ളാഹു ചമ്മ മുട്ടയിട്ടുള്ള പോലത്തെ അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹായ ആൾമാരും ഇങ്ങനെ തിക്കുന്ന മധ്യസ്ഥന്മാരാക്കലും. അപ്പൊ ഞങ്ങളെ ശരിക്കും മക്കത്തെ മുശ്രിക്കുകളെ ശരിക്കും ഒരേപോലെ അല്ലാ ചെന്ന് എന്താക്കാറ് ഇങ്ങനത്തെ ഒരു ജവാബ് തന്നെ. അപ്പൊ ഇത് എത്ര ഹക്ക് സഹോദരന്മാരെ, എത്ര ഹക്കീഖത്തുണ്ട് ഈ ഒരു പൽക്കത്തില് ഒക്കെ മക്കത്തെ മുശ്രിക്കീങ്ങ അങ്ങ് കാലി ഇങ്ങനത്തെ ജീവനില്ലാത്ത വസ്തുവിനെ മാത്രം എത്തിക്കാങ്ങ മധ്യസ്ഥന്മാരാക്കുന്നില്ല. കറക്റ്റ്, അതായത് ഇങ്ങനത്തെ ജീവനില്ലാത്ത വസ്തു അങ്ങനെ അള്ളാഹുവിനോട് മധ്യസ്ഥന്മാരാക്കി വെച്ചോ എന്നാൽ മാത്രം അങ്ങനെ മാത്രം മധ്യസ്ഥന്മാരാക്കി വെച്ചോണ്ടിരുന്നത് അല്ല. അങ്ങ് അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മലക്കുമാരും ഇങ്ങളും ജിന്നുമാരും എന്താക്കിയിരുന്നാല് അങ്ങനെ അള്ളാഹുവിനുള്ള മധ്യസ്ഥന്മാരാക്കൊണ്ടിരുന്നാല് എങ്ങനെ വിഗ്രഹത്തോ മൂർത്തിയോ മണ്ണോ സൂര്യത്തോ ചന്ദ്രത്തോ അള്ളാഹു മകളോട് മധ്യസ്ഥന്മാരാക്കി വെച്ചു എന്നാണ്. അതേപോലെ അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അങ്ങനെ അള്ളാഹുവിനുള്ള മധ്യസ്ഥന്മാരാക്കി വെച്ചു എന്നാണ് സഹോദരന്മാർ. എന്തായിരിക്കും അതുള്ള തെളിവ് ഇതിലേക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ആയത്തേക്ക് സൂറ ഇസ്രാ 57-ാമത്തെ ആയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെഴുതുക, ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈക الذين يدعون ഈ മക്കത്തെ മുശ്രിക്കീങ്ങൾ വിളിച്ച് ദുആ അങ്ങനെ ആരാധ്യമാർ അങ്ങനെ അവസ്ഥ എന്തോ അങ്ങനെ എങ്ങനത്തെ സിഫത്തുള്ള ചെറുത്ത് അള്ളാഹ് അങ്ങനെ വിഷയത്തെ ചെറുതായിരിക്കും. അങ്ങനെ വിഷയത്തിലും യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അതായത് ഇങ്ങനത്തെ ദുആക്ക് ഈ ആൾമാർ അങ്ങനെ എങ്ങനത്തെ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അങ്ങനെ റബ്ബരുടെ വസീലത്ത്, അതായത് എന്താക്കുന്നത് ബരബാർ നമുക്ക് അമൽ സ്വാലിഹാത്താക്കിട്ട് അള്ളാഹു മുട്ടാകൂ പ്രയത്നിക്കുന്ന ആൾമാരെ നിൽക്കാറ്. ഞങ്ങൾ ആര് യാർ അള്ളാഹു മുട്ടാശണ്ട് ബരബാർ നമുക്ക് അമൽ സ്വാലിഹാത്താക്കിട്ട് അത് പരിശ്രമിച്ചിട്ട് അള്ളാഹു യാർ മുട്ടാകൂ കോമ്പറ്റീഷൻ ആക്കുന്ന പോലത്തെ ആൾമാരെ നിൽക്കാറ്. ആര് ഇങ്ങ വീട്ടിൽ വാർക്കുന്ന ആൾമാർ. അതേപോലെ അവരുടെ സ്വഭാവം സിഫത്ത് അങ്ങനെ അതായത് ഈ ഞങ്ങൾ ആരാധ്യമാര് അള്ളാഹുവിന് ചമ്മ മുട്ടയിട്ടിട്ട് കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കു അത് മനസ്സിൽ അവസ്ഥകളും എന്തോ വയർജൂന റഹ്മതഹു അള്ളാഹുലാണ് റഹ്മത്ത് സ്വർഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിട്ടായിരിക്കരുത്, അതിനാണ് നിരീക്ഷിച്ചിട്ടായിരിക്കരുത് എന്നെല്ലാം ആക്കും. വയഖാഫൂന അദാബഹു, അതേപോലെ ഇതെല്ലാം ആക്കുമ്പോൾ എന്തിനാക്കോ അള്ളാഹു അദാബിനെ പേടിച്ചിട്ട് അവന്റെ നരകത്തെ പേടിച്ചിട്ടായിരിക്കരുത്. അങ്ങനെ അമൽ സ്വാലിഹാത്തെല്ലാം മാത്രം അന്നങ്ങ് കോമ്പറ്റീഷൻ ആക്കോ അള്ളാഹു ചമ്മ മുട്ടാകുന്ന പ്രയത്നിക്കോ. സഹോദരന്മാരെ, ആറ് സിഫത്തായിരിക്കും ഈ സിഫത്ത്. അതായത് ധാരാളം അമൽ സ്വാലിഹാത്താക്കിയിട്ട് അള്ളാഹു മുട്ടവും അമൽ സ്വാലിഹാത്താക്കുന്നത് കോമ്പറ്റീഷൻ ആക്കും. നാളെ അള്ളാഹു യാറെ മുട്ടയിട്ട് കുറച്ചത് കോമ്പറ്റീഷൻ ആക്കും.
അങ്ങനെ ആക്കുമ്പോൾ അള്ളാഹു സ്വർഗത്തെ പ്രതീക്ഷിക്കണം, അവന് നരകത്തെ പേടിക്കണം. ഇത് ആറ് സിഫത്തെ ഇത് അള്ളാഹു ഖുർആനിൽ ചെന്നു. ഇത് നബിമാരുടെ സിഫത്തല്ലേ, ഔലിയാക്കന്മാരുടെ സിഫത്തല്ലേ, അമ്പിയാക്കന്മാരുടെ സിഫത്തല്ലേ, സ്വാലിഹീങ്ങളുടെ സിഫത്തല്ലേ ഇത് അള്ളാഹു ഖുർആനിൽ എടുത്തു ചെന്നത്? ഇത് അങ്ങനെ സിഫത്തെ ഇരിക്കരുത്. അങ്ങനെ തിന്നാറ് ഇങ്ങനെ കൊണ്ട ആൾമാര് തഫ്സീറിലും നാം കഥ ഇരിക്കരുത് കാണേണ്ടത്. സ്വാലിഹായ ആൾമാരും അങ്ങനത്തെ മുശ്രിക്കിനെ വിളിച്ചു എന്ന ആർഷന്റെ സലഫ്മാർ തഫ്സീറിലും നമുക്ക് ഈ ആയത്തെ വെച്ചിട്ട് നാം കാണേണ്ട സഹോദരന്മാരെ. അപ്പൊ ഇത് വ്യക്തമായിട്ടുള്ള പോലത്തെ ആയത്തെ ഇരിക്കുന്ന സഹോദരന്മാർ എന്തോ മക്കത്തെ മുശ്രിക്കീങ്ങ മധ്യസ്ഥന്മാരെ ഇത് സ്വീകരിച്ചു എന്നത് കാലി ഇങ്ങനത്തെ ജീമില്ലാത്ത ബന്ധവും വിഗ്രഹത്തും മൂർത്തിനും മാത്രം ഇതില്ലാണ്ട് ബദലായിട്ട് അതിനൊട്ടിಗೆ അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും അങ്ങനെ അള്ളാഹുനോട് മധ്യസ്ഥന്മാരേക്ക് സ്വീകരിച്ച എന്നാൽ ചിലതിൽ ഭയങ്കരമുള്ള ആയത്തെ ഇരിക്കരുത്. അതല്ലാണ്ട് ഇവിടെയില്ലേ കാബത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമും അതേപോലെ ഇസ്മായിൽ സ്വലാമോ വിഗ്രഹാക്കി നമുക്ക് ഇഷ്ടമില്ലാത്ത സഹോദരന്മാരെ അങ്ങ് അമ്പ്യാക്കന്മാരായിട്ടില്ലാത്ത അതേപോലെ സഹോദരന്മാരെ എന്നൊരു ബിസിനസ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഈസാ അലൈഹി സ്വലാമോ മുസ അലൈഹി സ്വലാമോ വിഷ്ണുവാർന്നോണ്ടിരുന്നാൽ ഇത് എന്നോട് തെളിയിലേക്ക് അതേപോലെ എന്നൊരു ബിസിയ അങ്ങ് ഈ വിഗ്രഹം മൂർത്തിയാക്കി വെച്ചോണ്ടിരുന്നത് ഇത് കാര്യം എന്തോ ഏതൊരു വിഗ്രഹം എത്തിക്കരുത്, ശരിയല്ലാത്ത അവസ്ഥ എത്തിക്കരുത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് അള്ളാഹു ഇത് എന്താക്കണം അങ്ങനെ വിളിച്ച് ദുവാറിനെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ട് എന്താക്കരുത്, അള്ളാഹു മക്കളുടെ പോയിട്ട് ഷഫാത്താക്കണം, ഞങ്ങൾ അള്ളാഹു ആരെയാരും മുട്ടാക്കരുത്. ഇങ്ങനെ അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത ആൾമാരിക്കുന്നാറാ കാലം ജീവില്ലാത്ത വിഗ്രഹത്തങ്ങ ഇങ്ങനെ ആക്കി വെച്ചിരുന്നവാ അല്ല സഹോദരന്മാരെ. അങ്ങനെ ഈ വിഗ്രഹത്തോ എന്തിർത്തുകൊള്ള ഒരു സിംബളை എന്തിർത്തുകൊള്ള ഒരു അടയാളായിട്ട് അങ്ങ് സ്വീകരിച്ചുകൊണ്ടിരുന്നു. ആ വിഗ്രഹത്തെ പെരുള്ള പോലത്തോ മഹാനായ പോലത്തെ ആൾമാര്, അതായത് അമ്പ്യാക്കന്മാരോ മൗലിയാക്കന്മാരോ സ്വാലിഹീങ്ങളും അങ്കുള്ള ഒരു അടയാളായിട്ട് അങ്ങനെ ഇബാദത്തുകൊള്ള പോലത്തെ അടയാളം ഒരു സിംബലായിട്ട് ഒരു ചിഹ്നയിട്ട് ഐതിക്കര് അങ്ങനെ വിഗ്രഹത്തെ സ്വീകരിച്ചിരുന്ന സഹോദരന്മാരെ. എന്തായിട്ട് അതുകൊള്ള ദലീൽ എന്താ സഹോദരന്മാരെ നോക്കൂ. അതായത് നമുക്ക് ഇവിടെ ഷിർക്ക് എങ്ങനെ സ്റ്റാർട്ട് ആയി വെച്ചപ്പോ എപ്പോ ഇതിക്ക് ഷിർക്ക് സ്റ്റാർട്ട് ആയത് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇതിക്ക് ഷിർക്ക് സ്റ്റാർട്ട് ആയത്. എങ്ങനെ ഇതിക്ക് സ്റ്റാർട്ട് ആയത്? അതിന്റെ ചരിത്രം എനിക്ക് സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു ഹദീസിൽ നമുക്ക് ചെന്നാൽ സഹീഹ് ബുഖാരി ഹദീസ് ആർക്കും റിജക്ട് ആക്കാൻ സാധ്യല്ല. എങ്ങനത്തെ ഹദീസ് ഗ്രന്ഥം ഇതിക്ക് ഇടീ മുസ്ലിം ഉമ്മത്തിൽ ഒമ്മത്ത് അഭിപ്രായത്തായപ്പോ ഒരു ഹദീസ് ഗ്രന്ഥം ഇരിക്കുന്നത് അതുള്ള എല്ലാ ഹദീസും സഹിച്ചെന്ന് ആർക്കും ഇഖ്തിലാഫില്ല സഹോദരന്മാർ. ഇങ്ങനത്തെ ഖിതാബ് ഹദീസ് ഇരിക്കല്, അതായത് അങ്ങനത്തെ ഹദീസ് ഗ്രന്ഥത്തെ ഇരിക്കല് ഈ ഒരു ഹദീസ് വന്നത് എന്തായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലും. അതായത് സൂറ നൂഹ് വന്നല്ലേ 23-ാമത്തെ ആയത്ത് വലിയ വലിയ ലീഡർ ആയിട്ടുള്ള പോലത്തെ ആൾമാര് പാവപ്പെട്ട പോലത്തെ മുശ്രിക്കായ അതായത് കീഴുള്ള പോലത്തെ മുശ്രിക്കായ ആൾമാർക്ക് ചെന്നാൽ وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. അങ്ങനെ ചെന്നാല് അതായത് നിങ്ങൾ ഈ പിരാന്തായ നൂഹ്റെ പൽക്ക കേട്ടിട്ട് നഊദു ബില്ലാഹ് നൂഹ് അലൈഹിസ്സലാമിനെ പൽക്ക കേട്ടിട്ട് നിങ്ങൾ എന്താക്കണ്ട, നിങ്ങളോ ആരാധ്യമായിട്ടുള്ള പോലത്തെ വദ്ദും സുവാഉം യഗൂത്ത് യഊഖ് നസ്ർ ഈ 5 ആരാധ്യമാരോ ഇബാദത്ത് എടുത്തിട്ട് നൂഹ്റെ പൽക്ക കേട്ടിട്ട് അലൈഹിസ്സലാം അവന്റെ പൽക്ക എടുത്ത് എന്താക്കണ്ട, അതിൽ ആരാധിക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ആക്കണ്ട. അതിൽ ആരാധന നിങ്ങൾ ഗട്ടിയിട്ട് നിൽക്കൂ, അതിൽ ആരാധന നിങ്ങൾ സ്വഭാവം എടുക്കൂ. ചെന്താക്കിയാല് പൈസക്കാരായിട്ടുള്ള പോലത്തോ ലീഡർ ആയിട്ടുള്ള പോലത്തെ ആൾമാര് പാവപ്പെട്ട പോലത്തെ മുഷിക്കായ ആൾമാർ എന്താക്കിയാല് നമുക്ക് വസിയത്താക്കിയാല് ഈ 5 ഇതെന്തായിരിക്കുന്ന സഹോദരന്മാരെ അന്നത്തെ കാലത്ത് വിഗ്രഹിച്ചിട്ട് പിന്നും വിഗ്രഹിച്ചിട്ട് മാത്രം അതൊരു അസ്ലിയത്ത് എന്തായിട്ടുണ്ട്, അതൊരു ഹഖീഖത്ത് എന്തായിട്ടുണ്ട്, അതൊരു കാലി ജീമില്ലാത്ത പോലത്തെ വിഗ്രഹം മാത്രമായിട്ടില്ല അല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതായത് അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് ഈ 5 പേര് ഇത് സാലിഹ് അലൈഹിസ്സലാമിന്റെ ഖൗമിൽ നിന്നുള്ളൂ എന്തോ അതായത് നൂഹ് അലൈഹിസ്സലാമിന്റെ ഖൗമിലോ സാലിഹായ 5 ആൾമാരുടെ പേര് ഇട്ടിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ ഖൗമിലോ 5 സാലിഹായ ആൾമാരുടെ പേര് ഇട്ടിട്ടുണ്ട്. വദ്ദും സുവാ യഗൂത്ത് യഊഖ് നസ്ർ എന്തിരിക്കുന്ന വിഷയത്തിൽ ഫലമ്മ ഹലകു ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബൻ ഈ 5 ആൾമാർ മരിച്ചുപോയപ്പോൾ ശൈത്താൻ എന്താക്കാം അങ്ങ് അങ്ങനെ മനസ്സിൽ ഇട്ടുകൊടുത്ത അങ്ങനെ മനസ്സ് വിശ്വാസിട്ട് കൊടുത്ത അതായത് ഈ 5 ആൾമാർ മരിച്ചപ്പോൾ നമുക്ക് തഫ്സീറിലെല്ലാം കണ്ട് ചമ്മ ബേജാറൊക്കെ ചമ്മ ഉൾപ്പെട്ടാൽ അതായത് ഞങ്ങൾക്ക് എങ്ങനെ ചമ്മ പിടിച്ചിട്ട് അങ്ങനെ കണ്ടപ്പെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 5 ആൾമാർ മരിച്ചപ്പോൾ ചമ്മ ബേജാറായ അങ്ങനെ ബേജാറ് നോക്കിയിട്ട് ശൈത്താൻ അതൊരു എന്താക്കാം അതൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയാ അങ്ങനെ ശരിത്തിലുള്ള ഒരു മാർഗമായിട്ട് ശൈത്താൻ കണ്ട. അപ്പൊ ശൈത്താൻ എന്തരിച്ച അങ്ങനെ മനസ്സിൽ എന്തിട്ട
ഈ ആൾമാർ, ഈ 5 സ്വാലിഹായ ആൾമാർ അങ്ങനെ തെച്ചോ ഇന്ന ജാഗയിൽ എന്താക്കറും, അങ്ങനെ പേരിൽ നിങ്ങൾ എന്താക്കറും, മൂർത്തിയോട് വിഗ്രഹത്തെ നിങ്ങൾ ഉണ്ടാക്കറും. ആ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ 5 സ്വാലിഹായ ആൾമാരുടെ പേര് നിങ്ങൾ കൊടുക്കറും. അപ്പൊ അതേപോലെ ആക്കിയാൽ ഇബ്നു അബ്ബാസ് ചെല്ലും. അപ്പൊ അതേപോലെ ആക്കിയാൽ വിഗ്രഹത്തെ ഉണ്ടാക്കിയാൽ അതിൽ ഈ സ്വാലിഹായ ആൾമാരുടെ പേര് കൊടുത്താറ്. പിന്നെന്താക്കിയാൽ ഫലം മാത്രമാ അങ്ങനത്തെ ഇബാദത്ത് എടുത്തില്ല സഹോദരന്മാർ. ഇബ്നു അബ്ബാസ് ചെല്ലും അങ്ങനത്തെ ഇബാദത്ത് എടുത്തില്ല. എന്തുദ്ദേശത്തിലേക്ക് ആക്കിയത് തഫ്സീറിൽ കണ്ട്, അതായത് എന്തുദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹത്തെ നോക്കുമ്പോ അങ്ങനെ പേരുള്ളപ്പോ ആ വിഗ്രഹത്തെ നോക്കുമ്പോഴത്തേക്കും ആ സ്വാലിഹായ ആൾമാരെ നെനപ്പ് പേർക്കും. അങ്ങനെ നെനപ്പ് ಬಂತು. അപ്പൊ ഇബാദത്ത് അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കും. യാര്യാರ ಇಂಟ್ರೆಸ್റ്റും യാര്യാರ ഉന്മേഷ ಬರಬೇಕು. ഈ ഒരു ഉദ്ദേശത്തിൽ നിങ്ങൾ നോക്കിയപ്പോ അല്ലാഹുവോട് അതായത് നിസ്കരിക്കുമ്പോൾ യാര ഖുശൂ ಬರಬೇಕು. ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രമേ ഇതിക്കറ എന്താക്കിയത് അങ്ങനെ പേരില് വിഗ്രഹത്തെ മൂർത്തിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഇബാദത്ത് എടുത്തിട്ടില്ല ഇതിക്കര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല പിന്നെന്താ ഇത് ഹത്താ ഇദാ ഹലക ഉലൈക വതനസ്സഖ അൽഇൽമു ഉബിദത്. മാത്രമല്ല ആ ഉണ്ടാക്കിയ പോലത്തെ ആൾമാർ അത് മരിച്ചു പോയപ്പ, അതിൽ പിന്നെ വന്ന പോലത്തെ തലമുറത്തിൽ ഇല്ലാണ്ടായി പോയപ്പ, ജഹാലത്ത് അജ്ഞാന വ്യാപകമായി പോയപ്പ, അതായത് തൗഹീദ് ഇൽമെല്ലാം ഇല്ലാണ്ടായി പോയിട്ട് ആദം അലൈഹിസ്സലാമിൽ പിന്നെ ഒന്ന് പോലത്തെ അവർ ആദം അലൈഹിസ്സലാമായ മക്കളെല്ലാം പടിപാട്ടി പോലത്തു അവർ തൗഹീദ് ഇൽമെല്ലാം ഇല്ലാണ്ടായി പോയപ്പ, അങ്ങനെ ജഹാലത്തിൽ മുങ്ങിപ്പോയപ്പ, അജ്ഞാനത്തിൽ മുങ്ങിപ്പോയപ്പ, അതേപോലെ അബ്ബമാര് എന്ത് ഉദ്ദേശത്തിലേക്ക് ഇതാക്കിയോ ಅದರ ಬರುವ ಉದ್ದೇಶಗಳು ಅದರ ವಿಷಯದಲ್ಲಿ ಇಲ್ಮೆಲ್ಲೂ ಮಾಯಿపోಯಪ್ಪ ಎಂದಾಕ್ಯಾರು ಅದನ್ನ ಇಬಾದತ್ ಹೇಳ್ತಾರೆ. ಹೆಂಗೆ ಇಬಾದತ್ ಹೇಳ್ತಾರೆ ಅದೇ അങ്ങനും അള്ളാഹു നടുಲು ഈ സ്വാലിഹായ ആൾമാർ മധ്യസ്ഥന്മാരാക്കിയിട്ട് അങ്ങനെ മുഖാന്തര മരെല്ലാം തേടുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തമായിട്ടുള്ള വിശേഷിക്കുന്ന സഹോദരന്മാർ, എത്ര വ്യക്തമായിട്ടുള്ള വിശേഷിക്കും. ನನಗೆ കുറെ തഫ്സീറിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് ആക്കിയത് വിഗ്രഹമല്ല, ബദലൈത് എന്തിനൈತೆ ആ സ്വാലിഹായ ആൾമാർ ഖബറിന്റെ ചുറ്റും പോയി എന്താക്കിയാലും തെച്ചാറ്, അങ്ങനെ മഹത്വപ്പെട്ടിട്ട് അങ്ങോട്ട് തെച്ചാറ്. പിന്നെ എന്താക്കിയാലും അങ്ങനെ പേരിലാണ് ഇങ്ങനത്തെ വിഗ്രഹാക്കിയ ശ്രദ്ധയിലേക്ക് തഫ്സീറിൽ കാണും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയ എന്തെങ്കിലും ഖബറിൽ എന്തെങ്കിലും ഈ ഒരു ശരിക്ക് തുടങ്ങിയ സഹോദരന്മാർ. അപ്പൊ നോക്കൂ, അത് കാലൊരു മൂർത്തി മാത്രമേ ഇല്ലാത്ത അതങ്ങ് എന്തെങ്കിലും സിംബൽ ഇതാക്കിയോ ಅದರ ಬೆರಳು ಬಂತು ಸ್ವಾಲಿಹಾಯ ಆಲ್ಮಾರ್ ಔಲಿಯಾಕಮಾರು ಅಂಕುಲ್ಲರ ಅಡೆಯಾಳ ತೆಗೆದಿಕ್ಕರು അങ്ങ മൂർത്തിയാക്കിയത്. പിന്നെ ಅದರ ഇബാദത്ത് ആക്കിയത് അങ്ങനെ അല്ലാഹുവിന്റെ മധ്യസ്ഥന്മാരാക്കിയ സഹോദരന്മാരെ. ഈ ഒരു യാഥാർത്ഥ്യത്തെ എന്താക്കുന്നു നാം മനസ്സിലാക്കുക സഹോദരന്മാരെ. അതേപോലെ നോക്കൂ, ഈ ഒരു ആയത്തിനെ കേട്ടിപ്പോ സൂറ നജ്ം 19 ആയത് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വൽ മനാത് വമനാത അൽ ഉഖറ. നിങ്ങൾ അതായത് നിങ്ങളോ ആരാധ്യയുള്ള പോലത്തോ, നിങ്ങൾ വിഗ്രഹയിട്ടുള്ള പോലത്തോ, ലാത്തും ഉസ്സും മൂന്നാമത്തെ ദൂരം ഇന്ന പോലത്തോ മനാത്ര വിഷയത്തെ നിങ്ങൾ ചിന്തനാക്കില്ലേ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ബുദ്ധി ഒരു ആയത്തിൽ ഈ ലാത്ത ചെന്നത് ആരായിട്ടുണ്ട് അങ്ങനെ കാരണം വിഗ്രഹം മാത്രമ കാലം നേരിട്ട് വന്ന വിഗ്രഹം മാത്രമേ ഇല്ല അല്ലാഹു സുബ്ഹാനഹു. ഇതും സഹീഹ് ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അയച്ച കാന ലാത്ത് റജുലൻ യറുത്തു സബീഖ ലിൽ ഹാജി. ലാത്ത ചെന്നത് ഒരു സ്വാലിഹായിട്ടുള്ള ഒരാളായിട്ടുണ്ട്. ലാത്ത ചെന്നത് സ്വാലിഹായിട്ടുള്ള ഒരാളായിട്ടുണ്ട്. ಅವನು ಹಜ್ಜಿಗೆ ಬಂದ ಆಳ್ಮಾರ್ಗೆ ಇಸ್ಲಾಮನ ಮುನ್ನಲ್ ಜಾಹಿಲಿಯ ಕಾಲಘಟ್ಟದಲ್ಲಿ ಹಜ್ಜಿಗೆ ಬಂದ ಆಳ್ಮಾರ್ಗೆ ತೆರಳು അങ്ങനെ ತೆರಳು എന്താക്കിയെന്ന എന്തൊരു സമീപ ചെലവ് ഫുഡ് ഒറ്റയ്ക്ക് കുടിക്കിற വസ്ത്രം അവൻ ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ആൾമാർ സേവനാക്കിക്കൊണ്ടിരുന്നു. പിന്നെന്തായോ അവൻ മരിച്ചപ്പോ എന്താക്കിയാൽ അതേ ജാഗയിൽ അവനെ അവർ സമീപ ചെലവ് കുടിക്കിற വസ്തു ഉണ്ടാക്കിയെന്ന പോലത്തെ അവർ മണ്ടക്കൽ ಅದರ മുട്ടനെ അവൻ എന്താക്കിയാൽ അവന് ദഫനാക്കിയാറ്, അവന് മറമാടിയാറ്. പിന്നെന്താക്കിയാറ് ആൾമാർ ഹജ്ജിಗೆ ಹೋದಗೆಲ್ಲೂ ಅವನು ಸ್ವಾಲಿಹಾയ ആളായിട്ടിരുന്നല്ലേ, ആൾമാർ കുടിപാട്ടിരുന്ന പോലത്തെ ആളായിട്ടിരുന്ന. അപ്പൊ അവന്റെ മഹത്വം എടുത്ത് എന്താക്കിയാറ് അവിടെ തുടങ്ങിയാണ് അവന്റെ ഖബറിന് മുട്ട ಬಂದು തെച്ചോണ്ടിരുന്നാണ്. ഹജ്ജിಗೆ ಹೋದ തെരുവ് അവന്റെ ഖബറിന് മുട്ട ಬಂದು തെച്ചോണ്ടിരുന്നാണ്. അതിൽ പിന്നെ മെല്ലെ എന്തായിട്ട് അവന്റെ ഖബറിൽ നിന്ന് അവനെ അവർ പായസ ആക്കി എന്നുള്ളത് അവർ കുടിക്കുന്ന വസ്താക്കി എന്നുള്ളത് അവർ ಬಂಡೆಕಲ್ ഉണ്ടല്ലേ, ആ ഖബറിൽ നിന്ന് ആ ಬಂಡೆಕಲ್ಗೆ ഇബാദത്ത് എന്തായിട്ട് ട്രാൻസ്ഫർ ആയിട്ട്, അതായത് ಅದರ ഇബാദത്ത് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ ಅದರ ചുറ്റിലും അകബല കെട്ടിയാൽ കാബത്തെ ബല അതിന് പേരിയെല്ലാം ഇട്ടാൽ പിന്നെ ಅದರ ഇബാദത്ത് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആക്കിയാൽ സഹോദരൻ എന്റെ ഖബറിന്റെ ബല അല്ലെ. ഖബറിന്റെ ചുറ്റിൽ എന്താക്കാറ് അകബല കെട്ടാറ് കെട്ടട കെട്ടാറ്.
പിന്നെ അതിൽ ഇബാദത്ത് എടുക്കാറ്, അതിൽ നിന്ന് ബർക്കത്ത് എടുക്കാറ് എല്ലാം ആക്കി എന്നാണ് സാധാരണ. അപ്പൊ ലാത്ത ചിലർക്ക് കാലൊരു വിഗ്രഹം ഇല്ലാത്ത ലാത്ത അസ്ലിയത്ത് എന്തിരിക്കും സോലഹായ ആളുകളോ ഒരു അടയാളം ലാത്ത ചിലർ മൂർത്തി സഹോദരന്മാരെ കാലൊരു വിഗ്രഹം മാത്രമായിട്ടില്ലാത്ത സുബ്ഹാനല്ലാഹ്. അതേ പറഞ്ഞ ಕಾಬತ್ ಚುಕ್ಕಲು ಎದುರೈತಿ ಇಬ್ರಾಹಿಂ ಅಲೈಹಿಸ್ಸಲಾಂ ಅವರು ಇಸ್ಮಾಯಿಲ್ ಸಲಾಂ ಅವರು ವಿಗ್ರಹ ಇತ್ತು. ಅಪ್ಪ ಅದು ಕಾಲ ವಿಗ್ರಹ ಮಾತ್ರ ಇದ್ದಿಲ್ಲ ಅಂತ ಇಬ್ರಾಹಿಂ ಅಲೈಹಿಸ್ಸಲಾಂ ಅವರು ಇಸ್ಮಾಯಿಲ್ ಸಲಾಂ ಅವರು ಅಡೆಯಾಳ ಇತ್ತು ಉಲ್ಲ ಬುದ್ಧರ ವಿಗ್ರಹ ಇದ್ದ ಸಹೋದರಮಾರೆ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യ ഉസ്താദുമാർ ചിലർ വ്യത്യാസം കാട്ടിത്ത, അതായത് ആരല്ല ഇങ്ങനത്തെ ജീനില്ലാത്ത വസ്തു ഇബാദത്ത് എടുക്കാറ്, സൂര്യ ചന്ദ്ര ഇങ്ങനത്തെಲ್ಲ ഇബാദത്ത് എടുക്കാറ്, അങ്ങനത്തെ മാത്രം ಯುದ್ಧ ಆಗ್ತರು ಅದೆಲ್ಲ ಆರಲ್ಲ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ അടിച്ചു ദുആ അങ്ങനത്തെ യുദ്ധ ആക്കില്ല, മുശ്രിക്കല്ല, കാഫിറല്ല ശക്തി അവർ വ്യത്യാസം കാട്ടിത്ത ഇല്ല സഹോദരന്മാരെ. എല്ലാ ടൈപ്പർ മുശ്രിക്കിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് അവരെ കാഫിർ ചെന്ന് മുശ്രിക് ചെന്ന് പിടിച്ചിട്ട് അവരൊട്ടിಗೆ യുദ്ധ ആക്കിത്ത സഹോദരന്മാരെ. നോക്കൂ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു ചെന്നെങ്കിൽ ഇമാം റാസി പോലും അയാൾ കിതാബിൽ ചെന്ന സഹോദരന്മാരെ സൂറ യൂനുസിലെ 18ാമത്തെ ആയത്തെ തഫ്സീറിൽ ഇമാം റാസി അതായത് ആൾമാർ എന്ത് കയറ്റിക്കല്, അതായത് നമുക്ക് ബോധ്യപ്പെട്ട ആയത്തുണ്ടല്ലേ സൂറ യൂനുസിലെ 18ാമത്തെ ആയത്തിൽ അല്ലാഹു അല്ലാഹു ಎಂದರು ಮಧ್ಯಸ್ಥನ್ಮಾರಾಕಿದ್ದು ಶಫಾತ್ ಅಂತ ಕೇಳಿದ್ದಾರೆ. ಅದಾയത് അങ്ങനെ ഷഫാത്ത് ആക്കുക ആൾമാരെ വിശ്വാസം വെച്ചിരുന്നാറ്. ಅದರ ವಿಷಯದಲ್ಲಿ ಇಮಾಮ್ ರಾಜಿ ರಹಿಮುಲ್ಲಾ ಅಲ್ಲಿ ಬಲ್ಕವರಿ ವಿಷಯ ಇಮಾಮ್ ರಾಜಿಯಾರು എങ്ങനെ ഷമ്മ കോട്ടാക്കൽ പോലെ നിങ്ങൾ ഇമാം എഴുതിക്കൽ എനിക്ക് ഷമ്മകളോ വാദത്തുകളോ അതിൽ ഷമ്മ ബൽക്കവരിയെ പോലത്തെ ആളായിട്ട് മാത്രം അയലും വായലും ഇങ്ങനത്തെ ഹത്തലും വന്നത്. അപ്പൊ അയാൾ ചെന്നപ്പോഴത്തെ ഒരു വിഷയം തെളിച്ചത്തേക്ക് അതായത് ഇങ്ങ ഈ ആൾമാർ മുഷ്രിക്കിങ് എല്ലാ കാലത്തും മുഷ്രിക്കിങ് അള്ളാഹു അല്ലാത്ത മധ്യസ്ഥന്മാരാക്കി ഞങ്ങൾക്ക് ഇബാദത്ത് അർപ്പിച്ചു എന്ന കാരണം എന്തൊരു ചെന്നെങ്കിൽ അതെ ഞങ്ങൾ ഇപ്പൊ ചെന്ന പോലെ ഞങ്ങൾക്ക് അള്ളാഹു ഡയറക്റ്റ് ചെയ്ത ഇബാദത്ത് എടുക്കുള്ള ഒരു അർഹതയില്ല, ഞാൻ തപ്പാത്ത ആൾമാരെ എത്തിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നത് അത് അള്ളാഹു ഡയറക്റ്റ് ഇബാദത്ത് എടുക്കുന്നതിനാണ്ട് യാരാ അള്ളാഹു മഹത്വപ്പെടുത്തുന്ന പോലെ എത്തിക്കുക. ഞങ്ങൾ ഡയറക്റ്റ് ചെയ്ത് അള്ളാഹു ഇബാദത്ത് എടുക്കുന്നത് വീഴ്ച ദ്വാരക്കുന്നതിനാണ്ട് അള്ളാഹു യാരെ മഹത്വപ്പെടുത്തുകയാണ് ഇങ്ങനെ വീഴ്ച ദ്വാരക്കുന്നത് ഇങ്ങനെ മുഖാന്തരം അള്ളാഹു എത്തപ്പെട്ട ഇതേ രീതിയിൽ അള്ളാഹു യാരെ മഹത്വപ്പെടുത്തിട്ടുണ്ട് ചെന്നാല് പിന്നെ അയച്ചത് അതായത് ಮಾತ್ರ ಏನೈತಿಕ್ರಿ ಈ ವಿಗ್ರಹತ್ತಿಗೆ പോയിട്ട് എന്താക്കാവോ അള്ളാഹുവിന്റെ ഷഫാഅത്ത് ആക്കുകയോ അപ്പ അത് നേരെ കഴിച്ചിട്ട് ഉലമാക്കന്മാർ അതിൽ ചെന്നാല് അതങ്ങ് വിഗ്രഹമേ പോയിട്ട് അള്ളാഹുവിന്റെ ഷഫാഅത്ത് ആക്കുവശത്ത് അങ്ങ് വിശ്വാസം എന്നല്ല ബദലൈത് ആ വിഗ്രഹത്തങ്ങ ಅದರ ಪೆರುವುള്ള പോലത്തെ ಬೇರೆ ಕೊರಿಯದುಗೊಳ್ಳುವ ಅಡೆಯಾಳ ಇಟ್ಟಿಕ್ರಿ അങ്ങനെ വിഗ്രഹത്തെ സ്വീകരിച്ചത്. അപ്പൊ എന്തെത്തുകളോ ഇടീ ഇതിഹാസത്തില് ഇടീ മനുഷ്യന്മാരുടെ ഇതിഹാസത്തില് ആൾമാരുടെ വിഗ്രഹത്തെ എന്തെടുത്തുകളിലും ബദലൈതങ്ങ അതിൽ സിംബലൈറ്റ് അടയാളായിട്ടങ്ങ് സ്വീകരിച്ചെന്ന നാം പ്രാർത്ഥിച്ചത്. അതായത് കൊറിയാൾമാര് ഇങ്ങനെ വിശ്വാസം വെച്ചിരുന്നാലും ഭൂമിയിൽ കൊറിയ നമ്മളുള്ള വരവെല്ലും റൂഹുണ്ടു, ആ റൂഹൈത്തിക്കൽ നിയന്ത്രിക്കറു. അപ്പൊ അതുകൊണ്ടൊരു അടയാളായിട്ടിക്കല് വിഗ്രഹ അത് നമുക്ക് എന്താക്കല് ಅದನ್ನ അതായത് ഈ വിഗ്രഹത്തെ നാം വിശുദ്ധാരണെങ്കിൽ ആ റൂഹറിനങ്ങ് വിശുദ്ധാരണ പോലെ അത് പോയി നമുക്ക് എന്താക്കുക അള്ളാഹുട്ടിക്ക് ഷഫാഅത്ത് ആക്കി ഞങ്ങളുടെ കാര്യത്തൊന്നും എന്തിനാക്കി പൂർത്തിയാക്കി തന്നെ. വേറെ ഒരു ആൾമാർ എന്തൊരു വിശ്വാസം വെച്ചാൽ അതായത് ഈ വിഗ്രഹ നക്ഷത്രത്തിലുള്ള ഒന്ന് ബദലൈതിക്കൽ നക്ഷത്രത്തെ അടയാളായിട്ടിക്കൽ. അപ്പൊ ഞങ്ങൾ ഇത്ര വിശുദ്ധാരണെങ്കിൽ നക്ഷത്രത്തിന് വിശുദ്ധാരണ പോലെ നക്ഷത്രം പോയി എന്താക്കല് അള്ളാഹുത്തെ പോയി നമുക്ക് ഷഫാഅത്ത് ചെയ്തത്. അതേപോലെ വേറെ പല അഭിപ്രായം വെച്ചാൽ അത് നാലാമത്തെ അഭിപ്രായം അയച്ചത് أنهم وضعوا هذه الأصنام والأوثان على صور أنبيائهم وأكابرهم وزعموا أنهم متى اشتغلوا بعبادة هذه التماثيل فإن أولئك الأكابر تكون شفعاء لهم عند الله. അതായത് അങ്ങ് ഈ ഒരു വിഗ്രഹ വൈക്കുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് അങ്ങനോ അമ്പ്യാക്കന്മാരും അങ്ങനെ മഹാന്മാരും രൂപത്തിലായിട്ടിക്കല് അങ്ങ് വിഗ്രഹത്തെ വെച്ചിട്ട് ആ വിഗ്രഹത്തെ അങ്ങനെ രൂപത്തിൽ വെച്ചിട്ട് എന്താക്കിയാൽ എന്ത്ര വിചാരിച്ചാൽ എന്ത്ര വാദിച്ചാൽ ഞങ്ങൾ ഇത്ര ഇബാദത്ത് എടുത്തെങ്കിൽ ആ അമ്പ്യാക്കന്മാരും വില വലിയ ആൾമാർ എന്താക്കാറ് അള്ളാഹുവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് ആക്കാറ്. അതിന് പിന്നെ ചെറുപ്പം പൽക്കണോരും ونظيره في هذا الزمان اشتغال كثير من الخلق بتعظيم قبور الأكابر على اعتقاد أنهم إذا عظموا قبورهم فإنهم يكونون شفعاء لهم عند الله. അതിൽ ചെറുപ്പം പൽക്കണോരും ഇതേപോലത്തെ വിശ്വാസം അയലക്കാലത്ത് കുറെ ആൾമാർ ആക്കാൻ പറയുന്നോ ചമ്മത്തെ ആൾമാര് ഖബറിലും അങ്ങനെ വലിയ ആൾമാർ ഖബറുകളെ മഹത്വപ്പെടുത്തോ അത് ഇബാദത്ത് എടുത്തിരുന്ന ബിസി ആയിട്ടുള്ളത് എന്ത് വിശ്വാസത്തിൽ അതായത്
ഞങ്ങൾ ഈ ഖബർ ആൾമാര മഹത്വപ്പെടുത്തേണ്ടായെങ്കിൽ അങ്ങനെ ആക്കലാണ് ഞങ്ങൾക്ക് അള്ളാഹു പക്കല്ല ഷഫാഅത്ത് ആക്കലാണ് അങ്ങനെ നബിസ് ദുആർന്നാണ്ടായെങ്കിൽ അങ്ക് ഞങ്ങൾ അർത്ഥണ്ടായി ഞങ്ങളെ പേരിൽ അങ്ങനെ നേർച്ചപ്പെടുത്താണ്ടായെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് അള്ളാഹു പക്കല്ല ഷഫാഅത്ത് ആക്കലാണ് ചിലരോ ഈ വിശ്വാസത്തെ ഇതിക്കര് ഇണ്ടത്തെ ചമ്മത്തെ ആൾമാരാക്കരുത് ഇത് അതേപോലെ ഇതിക്കര് ശബ്ദ ഇതിക്കര് ഇമാം റാസി റഹിമഹുല്ലാഹ് ഉലമാക്കന്മാർ ചെന്നതുകൊണ്ട് അഭിപ്രായത്തെ പോട്ടാക്കിയിരിക്കര് അതായത് ഉലമാക്കന്മാര് ഈ ഒരു ആയത്തിന്റെ വിഷയത്തിൽ ഇങ്ങനത്തെ അഭിപ്രായം ചെന്നവർ ഷിർക്കറോ ഹഖീഖത്തോ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ അടിസ്ഥാനപരമായ വിഷയം ചെന്നെങ്കിൽ മുസ്ലിയാക്കന്മാർ സാധാരണ ചെന്ന് കൊടുക്കാറെന്തോ നാം മധ്യസ്ഥന്മാരാക്കരുത് അള്ളാഹു ഞങ്ങളുടെ മധ്യസ്ഥന്മാരാക്കരുത് അത് അമ്പ്യാക്കന്മാരോ മൗലിയാക്കന്മാരെത്തിക്കരുത് മക്കത്തെ മുസ്ലിം മധ്യസ്ഥന്മാരെ സ്വീകരിച്ചാല് അത് ജീവില്ലാത്ത പോലത്തെ ബസ്തരെത്തിക്കരുത് ചിലർ പോലത്തെ അങ്ങനെ ഈ ഒരു സംശയം ഈ ഒരു ശുഭഹത്ത് അതുപോലെ ജവാബ് കണ്ടതെന്തോ ಇಲ್ಲ ಮಕ್ಕಳ ಮುಶ್ರಿಕೀಗ ಜೀವಿಲ್ಲಾದ ಬಸ್ಸರೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಅಂಬ್ಯಾಕಮಾರು ಔಲಿಯಾಕಮಾರು ಮಧ್ಯಸ್ಥನ್ಮಾರಾಕಿ വെച്ചോയിനാറ് ಅಲ್ಲಿ ಈ ಜೀವಿಲ್ಲಾದ ಬಸ್ಸರು ಅದರ ಬರುವ ಉದ್ದೇಶ ಎನ್ನದಿ ಆ ಮೂರ್ತಿಯ ಬರುವ ಉದ್ದೇಶ ಎನ್ನದ ಆರೈತಿಂది ಇದೇ ಅಂಬ್ಯಾಕಮಾರು ಅಂದ್ರೆ ಔಲಿಯಾಕಮಾರು ಐತಿಂದಿಚಂತೆ ಬಾರಿ ವ್ಯಕ್ತమైతే അതുപോലെ പല ദലീലുകളാണ് കണ്ട സന്ദർഭം നാലാമത്തെ അടിസ്ഥാനപരമായ വിഷയത്തിൽ ലാസ്റ്റ് വിഷയത്തിൽ അതായത് ഇണ്ടത്തോ ഷിർക്കാക്കരാൽമാർ ഇണ്ടത്തെ ഷിർക്കാക്കരാൽമാര് അങ്ങനെ ഷിർക്ക് മക്കത്തെ മുസ്ലിമീങ്ങ ഫസ്റ്റ് കാലത്തെ ഷിർക്കരാൽമാർ ഷിർക്കറാണ്ടി ಯಾರ ഷർറായപ്പോൾ അതിനാണ്ടി ಯಾರ കടയിലുള്ള പോലത്തെ ഷിർക്ക് ಐತಿಕರ സദാമാർ അതെന്തിച്ചെങ്കിൽ അണ്ടത്തെ മക്കത്തെ മുസ്ലിമീങ്ങ അങ്ങ സുഖത്തെ ടൈമിൽ മാത്രം ಐತಿಕರ അല്ലാഹുവിനെ ഷിർക്ക് ആയിക്കൊണ്ടിരുന്നത് കൊസ്തിര ടൈമിൽ നിഅമത്തിന്റെ ടൈമിൽ അതെ എപ്പോഴെല്ലാം കഷ്ടം വന്നുകൊണ്ടിരുന്ന വലിയ വലിയ ഉപദ്രവം വന്നുകൊണ്ടിരുന്ന അപ്പൊ ഞങ്ങൾ എല്ലാ ആരാധ്യവും എല്ലാ മധ്യസ്ഥന്മാരും മറന്നിട്ട് അള്ളാഹുവിനെ മാത്രം തൗഹീദിലോട്ട് വ്യാപിച്ചു ദുആർമായിനാറ് സഹോദരന്മാരെ അതുപോലെ ദലീലെന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൻകബൂത്തിൽ 65ാമത്തെ ആയത്തിൽ എഴുതിവെക്കും ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ അങ്ങനെ കപ്പലിന് പറ്റിയെങ്കിൽ കപ്പലിൽ വലിയ വലിയ എന്തോ തൂഫാനും വലിയ വലിയ എന്തോ ഇങ്ങനത്തെ കാറ്റെല്ലാം പണ്ട് പേടിച്ചിട്ട് അങ്ങ് മുങ്ങിപ്പോവാതെ ചിലർ പേടിച്ചിട്ട് എന്താക്കിയാൽ ഇഖ്ലാസിലൊട്ടിക്ക് തൗഹീദിലൊട്ടിക്ക് അല്ലാഹു മാത്രം വിശ്വസിക്കുവാനായി ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ അപ്പദാ അല്ലാഹുവിന്റെ തൗഹീദിന്റെ കാരണത്താൽ അല്ലാഹു തൗഹീദ് കൊണ്ട് ദുആറിന്റെ കാരണത്താൽ അല്ലാഹു കരകി ആ ഒരു തൂഫാനിൽ നിന്ന് സലാമത്താക്കി അല്ലാഹു കരകി എത്തുമാറ്റെങ്കിൽ ഇദാ ഹും യുശ്രികൂൻ അതാ ವಾಪಸ್ ಶಿರ್ಕಾಗಿದ್ದಾರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല ಮಕ್ಕದ ಮುಶ್ರಿಕೀಗಳ ಆರಂಭಿಸಿದ್ದಾರೆ ಮನೋಕರು ಕಷ್ಟದ ಟೈಮಲ್ಲಿ ಎಂದಾಗಿದ್ದಾರೆ ತೌಹೀದ್ ಕೊಂಡುಕೊಂಡಿದ್ದಾರೆ ಈ ವಿಷಯ ಅಲ್ಲಾಹ್ ಈ ಆಯത്തിന്റെ മാത്രമല്ല ചമ്മ ആയത്ത് അല്ലാഹ് സുബ്ഹാനഹു വ തആല ശബ്ദ ಇದು മെൽജെടുക്കുന്ന സൂറ അതായത് നഹൽ 53 54ാമത്തെ ആയത്ത് സൂറ യൂനുസ് 22 ആയത്ത് സൂറ ലുഖ്മാൻ 32ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ നമുക്ക് സദർമാരെ അപ്പൊ അണ്ടത്തെ ആൾമാര് സുഖത്തെ ടൈമിൽ മാത്രം ഷിർക്കാകുന്നു കഷ്ടത്തെ ടൈമിൽ തൗഹീദ് പോകുന്നില്ല മാത്രമാ ഇണ്ടത്തെ ഷിർക്കാക്കുന്ന ആൾമാര് സുഖത്തെ ടൈം ആവട്ടെ കഷ്ടത്തെ ടൈം ആവട്ടെ എങ്ങനത്തെ അവസ്ഥയിലും മൊയ്തീൻ ഷേഖറും റിഫായി ഷേഖറും സിഎം മടവൂറും ഇങ്ങനത്തെ അല്ലാഹു അല്ലാത്ത ആൾമാരെ സഹോദരന്മാരെ വിളിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഷിർക്ക് അണ്ടത്തെ ഷിർക്ക് ആൾമാരെ ഷിർക്കാണ്ട് കടയിലുള്ള പോലെ ഷിർക്ക് എത്തിക്കുന്ന സഹോദരന്മാർ അതേപോലെ ഇണ്ടത്തെ ആൾമാരെ ഷിർക്ക് അങ്ങളാണ്ടി ಯಾರ ಕಡೆ ಕಡಾವುಗಳು ಅವರು ഇനി വേറെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അണ്ടത്തെ ആൾമാർ അങ്ങ് പിടിച്ചു ദുആർന്നത് മധ്യസ്ഥന്മാരായിക്കൊണ്ടിരുന്നത് ഒന്നാണ് ഇപ്പൊ ചെന്ന പോലെ എന്തോ അള്ളാഹു ചമ്മ മുട്ടയിലുള്ള പോലെ അമ്പ്യാക്കന്മാരും ഔലിയാക്കന്മാരും മധ്യസ്ഥന്മാരാക്കിയിരുന്നു അല്ലെങ്കിൽ ജീവില്ലാത്ത പോലത്തെ എന്തും തപ്പാക്കാത്ത പോലത്തോ സൂര്യൻ ചന്ദ്ര നക്ഷത്ര നിങ്ങളെ എത്തിക്കുന്ന മധ്യസ്ഥന്മാരാക്കിയിട്ടുണ്ട് അതെ ഇണ്ടത്തെ ആൾമാർ അത് ಏನೊಂದು ആഡ് ആക്കിയാണ് നല്ല ആൾമാരಂತೂ മധ്യസ്ഥന്മാരാക്കിறாரு അമ്പ്യാക്കന്മാരും മൗലിയാക്കന്മാരും കുറെ ಜಾಗ ഇങ്ങനത്തെ കല്ലുകളിലെല്ലാം ബർക്കത്തെടുക്കാറ് കേരളത്തിൽ പോയി നിൽക്കാനും കുറെ കല്ലുകളിലെല്ലാം ബർക്കത്തെടുക്കാറ് അതായത് ഇങ്ങനത്തെ ജീവില്ലാത്ത ബസ്സിൽ നിന്ന് തപ്പാക്കാത്ത ബസ്സിൽ നിന്നും എന്താക്കാറ് അതിലും മധ്യസ്ഥന്മാരാക്കാറ് അതും വിവാദത്തിലാണ് അർപ്പിക്കാറ് അതിലൊട്ടിಗೆ ഫാസിഖൈതുള്ള നാന്തമായ ആൾമാർ ഫാജിറായും തപ്പിൽ മുങ്ങിട്ടുള്ള ആൾമാർ എന്താക്കാറ് അങ്ങനെയും മധ്യസ്ഥന്മാരായിട്ട് സ്വീകരിക്കാറ് ഫാസിഖായ പോലത്തെ ആൾമാർ വലിയായിട്ടാക്കാറ് നിസ്കരിക്കാത്ത പോലത്തെ ആൾമാര് നോമ്പടിക്കാത്ത പോലത്തെ ആൾമാര് സിനാക്കർ പോലത്തെ ഔലിയാക്കന്മാര് സുബ്ഹാനല്ലാഹ് ബീഡി വലിക്കുന്ന പോലത്തെ ഔലിയാക്കന്മാര്
ಅಲ್ಲೇ ಹಿಂಗಿಂದ ಸಿಎಂ ಮಾಡೋ ವರ್ಷ ಆಕೆ ಬಂದಿರೋ ಬಲಿ ಏನ್ ನಿಷ್ಕರಿಸ್ಕೊಂಡಿಲ್ಲ ಅಂತೆ, ನೋವು ಬಿಡಿಸ್ಕೊಂಡಿಲ್ಲ ಅಂತೆ, തപ്പല്ല വായിക്കൊണ്ടിരിക്കുകയല്ലേ. സുബ്ഹാനല്ലാ, ഇങ്ങനത്തെ ആൾമാർ, ഫാസിഖായ ആൾമാർ, മുന്നത്തെ കോമൽ ആൾമാർ കാണാത്ത പോലത്തെ ഒരു വിഷയം. ഇങ്ങനത്തെ ആൾമാരെ പോലും എന്താക്കാറ് അള്ളാഹുവിന്റെ ഇസ്തുവാർക്കാർ മധ്യസ്ഥന്മാരാക്കാൻ സോദരന്മാർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ശിർക്ക് അങ്ങനെ ശിർക്കായിട്ട് കടയിട്ടുള്ള ഷർറായ ശിർക്ക് സോദരന്മാർ. അതേപോലെ അങ്ങനെ നിങ്ങളെ ശിർക്ക് അങ്ങനെ ശിർക്കായിട്ട് കടയാവുള്ള മൂന്നാമത്തെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾമാർ അങ്ങനെ കണ്ട പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഒന്നാമത്തെ വിഷയത്തിൽ കണ്ട പോലെ അള്ളാഹുടെ റബ്ബുകളുടെ വിഷയത്തിൽ അള്ളാഹുനേക്ക് ഞങ്ങൾ നിയന്ത്രിக்கிறோம், അവനേക്ക് ഞങ്ങൾ സൃഷ്ടികർത്ത, അവനേക്ക് ഞങ്ങൾ മാലിക ചെന്ന വിഷയത്തിൽ നമുക്ക് ഒരു എന്തല്ലാതെ അത് അള്ളാഹു ചെന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതായത് ഞങ്ങളുടെ വിശ്വാസ അതെ ഇന്നത്തെ ആൾമാര് എന്തെങ്കിലും ഇന്നത്തെ 20 സ്പെഷ്യൽ ഈ കാലത്ത് എന്തെങ്കിലും ചെന്നല്ലോ മുദബ്ബിറുൽ ആലം, ലോക നിയന്ത്രിക്കാറ് മാനസികമായിട്ടുള്ള ബോധം സിയം മടവൂറെത്തിക്കുക, താടില്ലാത്ത ബോധം. സുബ്ഹാനല്ലാഹ്, മാനസികമായിട്ടുള്ള ബോധം, നിസ്കരിക്കാത്ത ബോധം, നോമ്പിടിക്കാത്ത ബോധം, റമദാൻ തിങ്കളിൽ വീടി വെച്ചു എന്ന ബോധം സിയം മടവൂറെത്തിക്കുക, ലോക നിയന്ത്രിക്കണം. നിയന്ത്രണ ചെല്ലത് എന്തായിരിക്കും? റബ്ബിന് ക്വാളിറ്റി എത്തിക്കല്ലേ. റബ്ബ് ചെല്ലത് അർത്ഥം നിയന്ത്രിച്ചെന്നോ സൃഷ്ടികർത്ത മാലിക നിയന്ത്രിக்கிறோம். ഇങ്ങനെ നിയന്ത്രിக்கிறோம் ആരായിട്ടാക്കിയാൽ അത് മുദബ്ബിറുൽ ആലം, ഇടീ ലോക നിയന്ത്രിക്കുന്നത് സിയം മടവൂർ ചെന്നാല്. സുബ്ഹാനല്ലാഹ്, ഈ പൽക്ക ചെല്ലുമ്പോഴത്തേക്കും ആൾമാരാൽ എതിർക്കോ സ്റ്റാർട്ട് ആക്കിയപ്പോ അങ്ങളമേ കൊറിയ ആര് മുസ്ലിയാരുടെ പേരെന്തോ, അതായത് ഞങ്ങളോ അറിയപ്പെട്ടോ ഏ പേരൊട്ടിക്കുള്ള മുതലാളി പേരോട് മുസ്ലിയാർ അല്ലെ, അയാൾ എന്താ ഇതിനെ എതിർത്തിട്ടായി അങ്ങനെ ഉസ്താദ്മാരും എതിർക്കോ സ്റ്റാർട്ട് ആക്കിയത് മാത്രമാ അങ്ങനെ ഒരു പാർട്ടി ഇപ്പം ചെന്നോട്ടില്ല അയാൾ എതിർക്കോ സ്റ്റാർട്ട് ആക്കില്ല. അതിനുള്ള ചെല്ലണ്ട ആൾമാർ കൺഫ്യൂഷനിലായി പോവാറ്. എല്ലാ വിമാനത്തെ നിയന്ത്രിക്കുന്നത് സിഎം മടവൂറെത്തിക്കുക, അയൽമേത്ത് ഒരു മിനിറ്റ് കയ്യിലെ കണ്ണടിച്ചെങ്കിൽ എല്ലാ വിമാനം എന്തായി പോണ്ട് ആക്സിഡന്റിലായി പോണ്ട് ചെന്ന് ഇങ്ങനത്തെ ബൾക്കെല്ലാം എന്താക്കണ്ട, നീ ആൾമാർക്ക് ചെന്ന് കൊടുക്കണ്ട. ആൾമാരുടെ ചെമ്മ ദുനിയാവ് എല്ലാം ചെമ്മ പഠിച്ചോടുള്ള എനിക്ക് ഞങ്ങളുടെ തലക്ക് പോണ്ടില്ല അങ്ങ് ക്വസ്റ്റൻ ആക്കോ സ്റ്റാർട്ട് ആക്കുന്നത് ആൾമാർ ദീൻ വിട്ടു പോവാറ്. അപ്പൊ ഇങ്ങനത്തെ വിഷയം ഇങ്ങനെ ചെല്ലണ്ട, ഇത് തപ്പു ചെന്നും ചെല്ലല്ലോ, ഇങ്ങനത്തെ വിശേഷല്ലോ പോകണ്ട ചെന്നിട്ട് ചെന്നത്. അതിൽ വെച്ചിട്ട് വലിയൊരു കോൺഫിഡൻസ് ആക്കിയാൽ എല്ലാ ഉസ്താദുമാർക്ക് ചീട്ട് കൊടുത്താൽ ഈ വിഷയത്തിൽ എന്തിട്ട് കൊടുത്താൽ ഇങ്ങനത്തെ വിഷയം മാറി ചെല്ലണ്ട ചെന്ന്. സുബ്ഹാനല്ലാഹ്, അത്ര പോലും എന്തോ നീചമായ ആൾമാരെ സഹോദരന്മാർ, അങ്ങനത്തെ ഒരു എന്തോ നീചമായ ലെവലിലേക്ക് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഇങ്ങനെ ശിർക്ക് ഈ വിഷയത്തിൽ എന്തായിരിക്കും അങ്ങനാണ്ട് കടയിട്ടുള്ള പോലെ ശിർക്ക് എത്തിക്കുന്ന സഹോദരന്മാരെ. അതേപോലെ അണ്ടത്തെ ആൾമാർ അങ്ങ് ശിർക്കാക്കിട്ട് അതൊരു ഒപ്പിക്കൊണ്ടിരുന്നാർ, ഞങ്ങൾ ശിർക്കായിട്ടുള്ള ഒപ്പിക്കൊണ്ടിരുന്നാർ. അപ്പൊ അത് കൊണ്ട് തയ്ത്തിക്കല് അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടോണ്ടില്ലാത്ത, അതിനെ അംഗീകരിച്ചോണ്ടില്ലാത്ത അതേ ഇന്നത്തെ ആൾമാർ ഇങ്ങനെ ശിർക്കാക്കിട്ട് എന്തായിരിക്കും വാദിക്കറും ഇത് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും തിർസാഗ്രഹിക്കുക. അതേ ഈ ശിർക്ക് വിരോധിക്കുന്ന ആൾമാർ എന്താ ചെല്ലും, നിങ്ങൾ അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും കീഴാക്കാൻ എത്തിക്கிறார், അങ്ങനെ തിരിച്ചില്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഇൻസൾട്ട് ആക്കാൻ എത്തിക്கிறார். സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഞങ്ങളുടെ വിഷയം തൗഹീദ് ആൾമാർ വിഷയത്താണ് ചെറുതാണ് സഹോദരന്മാരെ. അങ്ങനെ ഒപ്പിയോണ്ടിരുന്നാലേ, അതായത് ഞങ്ങളെ തൽബിയത്ത് ഹജ്ജാക്ക് ഒത്തുപോകും അങ്ങനെ എന്താ ചെല്ലുകൊണ്ടിരുന്നാല് അത് ഹദീസിൽ വന്ന് സഹീഹ് മുസ്ലിം ഹദീസിൽ വന്ന് അങ്ങനെ തൽബിയത്ത് എന്താ ചെല്ലുന്നതിനാല് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക അങ്ങനെ ചെല്ലുന്നതിനാല് യാ റബ്ബി നിന്റെ പേരിക്ക് ഉത്തരം കൊടുത്ത് ഞങ്ങൾ വന്ന റബ്ബ, നിന്റെ പേരിക്ക് ഉത്തരം കൊടുത്ത് ഞങ്ങൾ ഹജ്ജാക്കോ വന്ന റബ്ബ, നിക്ക് ഒരു സഹഭാഗ്യമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇത് ചെറുത് കാണുമ്പോൾ ചെന്നുകൊണ്ടിട്ട് അതായത് കത് വൈലക്കും നിങ്ങൾക്ക് നാശമേ ഉടനെ സ്റ്റോപ്പ് ആക്കോളൂ, ഇത് തൗഹീദിലേക്ക് മാത്ര റൊട്ടികൾ എന്തൊരു കൂടി ചെന്നു എന്നാൽ ഇല്ല ശരീക്കൻ ഒരു സഹഭാഗി കൊടുത്തു ഹുവലക തംലികുഹു വമാ മലക മാത്രമല്ല ആ സഹഭാഗിയുടെ അവസ്ഥ എന്താണ് ചെന്നു എന്നാണ് മുസ്ലിയാക്കന്മാരെ പോലെ. അതായത് ഈ സഹഭാഗി അള്ളാഹു സമാനമായിട്ട് കൃഷ്ണൻ ചെന്നു എന്നാറില്ല. എന്ത് ചെന്നു എന്നാണ് തൽബിയത്ത് എന്ത് ചെന്നു ഇല്ല ശരീക്കൻ ഹുവലക്, അതായത് ആ സഹഭാഗിയರು ಒಡಮಪೆಡ್ತರು ಮಾರು ಆ ಸಹಭಾಗಿಯರು ಒಡೆಯಾರು ನೀನೇ ಇಟ್ಟಿಕ್ಕಿರಂತೆ. ಒಮಾ ಮಲಕ್ ತಮ್ಲಿಕುಹು ಒಮಾ ಮಲಕ್, ಅದರ ಒಡೆಯು ನೀನೇ ಇಟ್ಟಿಕ್ಕಿರ, ಆ ನನ್ನ ಸಹಭಾಗಿಯರು ಒಡೆಯು ನೀನೇ ಇಟ್ಟಿಕ್ಕಿರ, ಆ ಸಹಭಾಗಿಟ್ಟ ಯಂತ್ರಗಳು ಉಂಟ ಅದರ ಒಡೆಯು ನೀನೇ ಇಟ್ಟಿಕ್ಕಿರ ರಬ್ಬ ಚೆಂದನ ಚೆಂದುಕೊಂಡಿದ್ದಾರೆ. സുബ്ഹാനല്ലാഹ്, എത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷയം ഇരിക്കുന്നത് എന്തോ അങ്ങനെ ആരാധ്യന്മാരോ അള്ളാഹു സമാനമായിട്ട് എത്തോട്ടില്ല ബദലായിട്ട് അള്ളാഹു അണ്ടറിലേക്കാണ് കണ്ടുവരുന്നാല് അള്ളാഹു കീഴേറ്റാൻ കണ്ടുവരുന്നു ബദലേതാണ് കാലി മധ്യസ്ഥന്മാരെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വെച്ചാൽ എത്ര വലിയ തലയിലേക്കിരിക്കുന്നത്, എത്ര ക്ലിയർ ആയിട്ടുള്ള പോലെ സഹീഹ് മുസ്ലിം ഹദീസിൽ ഇരിക്കുന്ന സഹോദരന്മാരെ.
അപ്പൊ അങ്ങ് നിങ്ങൾ എന്താക്കിണ്ടാറ് അങ്ങ് അംഗീകരിച്ചിട്ടുണ്ടാറ് മാത്രമാ ഇങ്ങനെ ശിർക്കിற പ്രചാരാക്കി എന്തൊരു ചെല്ലും ഇതേ ഇതിക്ക് ഇസ്ലാം വെച്ചിട്ടാണ് ചെല്ലും ആൾമാർ തിരുത്തപ്പാട്ട് സദാരണ அதுக்கு பின் எந்த பேர் கொடுக்கிறோம் அம்பியாக்கமார் மௌலியாக்கமார் பிர்சா சென்று செல்றோம் அதுல விருத்த பக்கம் வர்றபோது அதுல ஷிர்க் சென்று செல்ற ஆள்மார தௌஹீத் ஆள்மார் என்று சொல்றோம் நீங்க அம்பியாக்கமார பிர்ஸ் இல்ல நீங்க நபீர நம்ப இல்ல நீங்க ஔலியாக்கமார மேல் பிர்ஸ் இல்ல ஔலியாக்கமார நீங்க நம்ப இல்ல சென்று சுப்ஹானல்லாஹ் சாதாரண ஆள்மார் தௌஹீத் ஆள்மார் விஷயத்தில் தப்பாய கல்பனை பெடுக்காய விஷயம் பிரச்சாரங்கள் அபப்பிரச்சாரமாக உத்தேசிக்கிறார் சகோதரமார் அப்ப எல்லா ரூபத்தில் எந்திரிக்கிற இந்த தாழ்மார ஷிர்கு அந்த மக்கத்த முஷ்ரிக்கீங்களோ ஷிர்க்ராண்டி யார ஷர்ராய அதராண்டி யார கடையில ಬಂದ ஷிர்கை இருக்கிற சகோதரன் அப்ப ಈ ನಾಲ್ ಅಡಿಸ್ಥಾನಪರമായ ವಿಷಯ ஷிர்க்ர யாதார்த்திய ஷிர்க்ர ஹகீகத் ஷிர்க் நீங்க எந்திர இருக்கிறது சில விஷயத்தை நாங்க படிச்சாங்க இன்ஷா அல்லாஹ் நமக்கு ஒரு சாதாரண ஆளுங்க எனக்கு எதிராக ஒரு தௌஹீத் செத்து கொடுக்க சகோதரன் ಈ ಆಯತನ್ನು ನೀವು ಬಯಹಾಟ್ ಹಾಕೋ ಅದರ படிச்சோர் ಅದರ ವಿಷಯத்தை ಕರೆಕ್ಟ್ ಆಗಿ ನೀವು படிச்சோர் நீங்க ಎಂದಾಗ ಅವರು ಸಾಧಾರಣ ಆಲ್ಮಾರ செத்து கொடுக்க ಇನ್ನು ಇನ್ನೊಂದು ನಾವು சொல்லும்போது அதாவது ഇണ്ടത്തെ ആൾമാര ഷിർക്ക് അതേ മക്കത്ത് മുശ്രിക്കുകൾ മൊത്തമേ ഷിർക്കൈത്തില്ല അതിലാണ്ടി ആ കടയിലിരുന്ന പോലെ ഷിർക്കൈത്തിന്റെ ചെല്ലുമ്പോ കൊറേ ആൾമാർ എന്താക്കാറ് ഈ തൗഹീദ് പഠിക്കാതെ പോലെ അങ്ങനെ തൗഹീദിലുള്ള മാത്രം അങ്ങനെ പൊളിറ്റിക്സിಗೆ ഇമ്പോർട്ടൻസ് കൊടുക്കും അങ്ങനെ എന്താ சொல்றாரு எങ്ങനെ இருக்கிறாங்க எங்களை ஷிர்க்கு மக்கத்து முஸ்லிம்களை ஷிர்க்கு ஒரே போல சென்று நாங்க செல்றோம் இங்க லா இலாஹ இல்லல்லாஹ் செல்லலே இங்க முஹம்மது ரசூலுல்லாஹ் செல்லலே இங்க இஸ்லாம் காரியத்துல ஈமான் வைக்கல ரிஸ்க் எடுக்கல இங்க நோன்பு எடுக்கல ஜகாத் கொடுக்கல ஹஜ் ஆக்கல ஈமான் காரியத்துல ஈமான் வைக்கலங்க அப்ப இங்களே இன்னும் ஒரே போல எங்களை இருக்கிறாங்க சொல்றோம் சென்று கேக்குறாரு சுப்ஹானல்லாஹ் தௌஹீத் மனசிலாக்காதோ ப்ராப்ளம் சதரமார் അതായത് തൗഹീദ് എങ്ങനത്തെ അതായത് ഷിർക്ക് എങ്ങനത്തെ തപ്പൈത്തേക്ക് സഹോദരന്മാരെ ഷിർക്ക് ചില എങ്ങനത്തെ ഘോരമായ തപ്പൈത്തേക്ക് അത് ഉണ്ടാ വേറെ ഒന്നുമില്ല അതായത് ആ ഷിർക്ക് കൊണ്ടുണ്ടായെങ്കിൽ വേറെ എത്രമേ അമലാക്കോರು നീങ്ങ എത്രമേ നിസ്കരിക്കോರು നോമ്പ് പിടിക്കോರು സകാത്ത് കൊടുക്കോರು ഹജ്ജ് ആക്കോರು തഹജ്ജുദ് നിസ്കരിക്കോರು ആൾമാര ഖിദ്മത്ത് ആക്കോರು 100 പട്ട ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലರು അല്ലാഹു എത്രത്തോളം നീ ഷിർക്ക് വിടില്ല അല്ലാഹു ഇതൊന്നും കബൂലാക്കില്ല അത് ഉദാഹരണം എങ്ങനെ ചെന്നെങ്കിൽ നിസ്കാരത്തിന് വദുറ പറയിപ്പിക്കുക എങ്ങനെ ഓർത്ത വദു ഇല്ലാണ്ട് എത്രമേ ദീർഘമായ ചന്തത്തെ നിസ്കാര നല്ല നിസ്കാരം നിസ്കാര കബൂലാവ ഇല്ല അതേ പറയിപ്പിക്ക് എത്രത്തോളം ഓർത്തത് തൗഹീദ് ഇല്ല ആ ഒരു ഷർത്തില്ല ആ ഷർത്തിക്കും തോലും അവൻ എത്ര വലിയ അമലാക്കിയും അല്ലാഹു എന്താക്കില്ല അത് കബൂലാക്കില്ല ഇത് നാശമുള്ള സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിക്ക് சொல்றது എന്തേ ഇതിക്ക് சொல்றோம் ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك يا نبي صلى الله عليه وسلم لنا എങ്ങനെ മുന്നോട്ട് നബിമാർക്ക് ഈ വിശേഷത്തെ കൊടുക്കാൻ നിങ്ങൾക്കും നല്ല ചെന്തന്നല്ല എന്തും നിങ്ങൾ പോലും ഷിർക്കാക്കി ഞാൻ നിങ്ങൾ പോലും ഷിർക്കാക്കി നിങ്ങളുടെ എല്ലാ അമലും ബാക്കിലായിപ്പോൾ നിങ്ങൾ എല്ലാ അമലും ബാക്കിലായിപ്പോഴും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാക്കില്ല ആയിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് ചൊല്ലും നിങ്ങൾ പോലും ഷിർക്കാക്കി നിങ്ങളുടെ അമലും ബാക്കിലായിപ്പോൾ ഇതിനാ നിങ്ങൾക്ക് മാത്രം ചൊല്ലല്ല യാ നബി നിങ്ങളൊന്നും എല്ലാ നബിമാരും ചൊല്ലണം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമൽ ബാക്കിലായി പോയിട്ടുണ്ടെങ്കിൽ ധാരാളം സെൻട്രേറ്റിക്കുന്ന സഹോദരന്മാർ ധാരാളം സെൻട്രേറ്റിക്കുക അപ്പൊ ഷിർക്ക് ചെല്ലത് അനന്തൊരു വിഷയം അനന്തൊരു ഘോരമായ തപ്പൈക്കുക ഇന്ന ശിർക ലദുൽമുൻ അദീം എല്ലാ തന്നെ വലിയ അന്യായത്തിക്കുക അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഹഖ് വിഷയത്തിൽ കാട്ടുപോകുന്ന ഒരു അന്യായത്തിക്കുക സഹോദരന്മാരെ ഷിർക്ക് ചെല്ലത് അപ്പൊ സഹോദരന്മാരെ ഈ ഒരു ഷിർക്കിന്റെ വിഷയത്തിൽ അതൊരു യാഥാർത്ഥ്യത്തെ വിഷയത്തിൽ ഈ ഷിർക്കാക്കരോ ആൾമാരോ അങ്ങനെ ഉസ്താദ്മാരെ പ്രചാരാക്കര പോലത്തോ അങ്ങനെ ഇട്ടുകൊടുക്കുന്ന പോലത്തെ സംശയ ശുഭത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ പഠിക്കും മുന്നൽ പറഞ്ഞു സഹോദരന്മാരെ അതായത് നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ആൾമാരുള്ള ദുർക്കത്തിന് ബേജാറാകണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഇതേപോലെ തുടങ്ങിയത് തെല്ല ആൾമാരായിട്ട് അവരുടെ ദഅവത്ത് തുടങ്ങിയത് പിന്നെ അല്ലാഹു അവരെ ബില്ലാക്കി പോയ സഹോദരന്മാരെ ഇതിൽ ഞാൻ ഗട്ടിയത് നിൽക്കും സഹോദരന്മാർ മെയിനായിട്ട് സൂറ അസറിൽ ചെറുത പോലെ അതായത് എല്ലാം പഠിക്കുന്നത് നിങ്ങൾ ചമ്മ മുതൽ വരും അതേപോലെ നിങ്ങളുടെ വിശ്വാസ പ്രശ്നം കറക്റ്റ് ആകും തൗഹീദ് പഠിക്കോ അഖീദത്തെ കറക്റ്റ് പഠിക്കോ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കോ നിങ്ങൾ ഇൽമിയായ ക്ലാസ് വയ്ക്കോ അതേപോലെ ಅದರ ಮೇಲೆ ನೀವು ಅಮಲಾಕೋರು ಎಲ್ಲ ನಮ್ದು ವಾಜಿಬಾಯದು ಸುನ್ನತಾಯದಾಕೋರು ಎಲ್ಲ ನಮ್ದು ಹರಾಮಾಯದು ಕರಾಹತಾಯದು ಮುಟ್ಟಲಿಕ್ಕೋರು അതേപോലെ തൗഹീദും സുന്നത്തിന്റെ മേൽ അമലാക്കോರು അതേപോലെ ഇതെല്ലാത്ത മേൽ നിങ്ങൾക്ക് അവരുടെ പോലെ ചെറിയ ലെവലിൽ നിങ്ങളുടെ ലെവലിൽ എന്താക്കോರು നിങ്ങൾ ഔത്ര ആൾമാരെ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫാമിലികൾ തുടങ്ങിയിട്ട് ചങ്ങായമാരെ തുടങ്ങിയിട്ട് ഉറേ റായത്ത ആൾമാർക്ക് പല പല നിങ്ങൾ ഹിക്മത്ത് യൂസ് ആക്കിയിട്ട് നല്ല സ്വഭാവം കാട്ടിയിട്ട് നല്ല രൂപത്തിൽ നല്ല പൽക്ക് ഈ വിഷയം ഞങ്ങൾക്ക് ചെന്ത് കൊടുക്കുക സഹോദരന്മാരെ നല്ല എണ്ണു പഠിച്ചിട്ട് നല്ല ദാവത്താക്കോರು മാത്രമാ അങ്ങനെ ദാവത്താക്കുമ്പോ
കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെന്നോ വതവാസു ബിസ്സബ്ർ, സബർ വേണം. ആ സബർ വേണം സഹോദരന്മാരെ. ദഅവത്ത് മാർഗത്തിൽ കഷ്ടപ്പെട്ട് സബർ ചെയ്തിട്ട് അല്ലാഹു അതിൽ പിന്നെ സബർ ചെല്ലും. അപ്പൊ ആ സബർ കാര്യം എന്താക്കും, ആ ഉപദ്രവത്തിൽ ഒരു കട്ടിയിട്ട് ഞങ്ങൾ നിന്നിട്ട് ആ ദഅവത്തിൽ ഞങ്ങൾ മുന്നൽ പോകും. അതേപോലെ ഇതെല്ലാത്ത വിഷയത്തിൽ ഞങ്ങൾ സബർ വേണം. ദഅവത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഉപദ്രവം മാത്രമല്ല, ഇൽമു പഠിക്കരുത് സബറാക്കി ഗട്ടിയിട്ട് ഇൽമു പഠിച്ചോണ്ടിരിക്കണം. അമലാക്കരുത് സബർ വേണം, അത് ഗട്ടിയിട്ട് നിൽക്കണം. ദഅവത്താക്കരുത് ഞങ്ങൾ സബർ വേണം, അത് മറിക്കുന്നതോ ഞാൻ ഗട്ടിയിട്ട് ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കണം സഹോദരന്മാരെ. അപ്പൊ ഇതെല്ലാ തരത്തിലുള്ള വിഷയത്തിൽ ഞങ്ങൾ സബർ വേണം. ಈಗ ನಂಗೆ ಆಕೆಂಟಾಗಿ ನಾ ನಿರ್ಕ್ಯಾತ ರೂಪದ ಅಲ್ಲಾಹ್ ಎಂದಾಕರ ಈ ಒಂದು ದಾವತ್ ಅಲ್ಲಾಹ್ ಸ್ಪ್ರೆಡ್ ಆಗ್ತದೆ. ನಾನು ನಿರ್ಕ್ಯಾತ ರೂಪದ ಅಲ್ಲಾಹ್ ನನಗೆ ಸಹಾಯಕರ ಎತ್ತರನೇ ತೆಲ್ಲಾಲ್ ಮಾರಿ ನೀವು അള്ളാഹു ನನಗೆ ನಿರ್ಕ್ಯಾತ ರೂಪದ ನನಗೆ ಸಹಾಯ ತಂದ സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ടു ഇൽമു പഠിക്കരുതും അമലാക്കരുതും ദഅവത്താക്കരുത് ഇതെല്ലാത്തിനും കെട്ടിയിരിക്കരുത്. ಯಾರ ಸಕ್ರಿಯವಾಗಿದ್ದರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಲ್ಲರಿಗೂ ಅದಕ್ಕೆಲ್ಲ ತೌಫೀಕ್ ತರಲಿ. ಆಮೀನ್. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم دمرهم تدميرا. اللهم مزقهم كل ممزق. اللهم أنجِ المستضعفين من المؤمنين في فلسطين. اللهم أنجِ المستضعفين من المؤمنين في فلسطين. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ഈ ഒരു ദുആ ചമ്മ അതായത് ഈ വോട്ട് പണ്ട ടൈമിലുള്ള എന്താക്കുക സഹോദരന്മാർ, ചമ്മ അല്ലാഹുവിന്റെ ദുആ اللهم لا تسلط علينا من لا يرحمنا. യാ അല്ലാഹ് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് റഹ്മക്കാടാത്ത പോലത്തെ ആൾക്കാർക്ക് അധികാരം കൊടുക്കേണ്ട റബ്ബേ. അള്ളാഹുടെ ചമ്മ ദുആ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ തന്നെ വലിയ ആയുധ സഹോദരന്മാർ, എല്ലാ തന്നെ വലിയ മുഅ്മിനീങ്ങളുടെ ആയുധ ദുആ ചെയ്തിട്ട് അള്ളാഹുടെ ചമ്മനിಗೆ ദുആ ಕೊಡು. അതേപോലെ ദീനിയായ ഈ സൂറത്തുൽ അസ്റിൽ ചെന്നപ്പോൾ ഈ 4 വിഷയത്തെ മേലെ ഇതേ ദിക്ർ ഞങ്ങൾക്ക് എന്തോ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തും അതേ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സഹായിക്കും. അതേപോലെ അള്ളാഹു ഞങ്ങൾക്ക് അധികാര തരവും ഞങ്ങളുടെ നിർഭയത്വവും ഞങ്ങളുടെ ശാന്തിക്ക് എല്ലാ തന്നെ വലിയ കാരണം എന്താ ദിക്ർ, ദീന ദിക്ർ സഹോദരന്മാർ. ഈ സൂറ അസ്റിലുള്ള 4 വിഷയത്തെ മേലെ ഞങ്ങൾ അമലാക്കിയാണ്ടായെങ്കിൽ ഞങ്ങൾ ദീനുള്ള ആയിട്ടർത്ഥ, ഞങ്ങൾ ഹക്കായ മുഅ്മിനായ ആയിട്ടർത്ഥ. അപ്പൊ ഞങ്ങൾ ഹക്കായ മുഅ്മിനായിട്ടായെങ്കിൽ അല്ലാഹു എന്താക്കറ വഅൻതുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങമേ തിപ്പോ എല്ലാത്തിനും മേലെ ഇക്രമത്താൽമാർ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങമേ ഹക്കായ മുഅ്മിനീൻ ആയെങ്കിൽ. അതേപോലെ ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അല്ലാഹു സഹായിച്ചാലുണ്ടെങ്കിൽ ഈ 4 വിഷയത്തിട്ട് അല്ലാഹു നിങ്ങൾക്ക് സഹായിക്കണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹു കേട്ടിക്കറ ഇസ്സത്ത്, അല്ലാഹു റസൂൽ കേട്ടിക്കറ ഇസ്സത്ത്, അതേപോലെ ഹക്കായ മുഅ്മിനീൻ കേട്ടിക്കറ ഇസ്സത്ത്. ഹക്കായ മുഅ്മിനീനായി അല്ലാഹു നിങ്ങൾക്ക് ഇസ്സത്ത് കണ്ട സഹോദരന്മാർ. അപ്പൊ അല്ലാഹു അത് വാഗ്ദാനം ചെയ്തിട്ട് ഞങ്ങൾ എല്ലാ തന്നെ വലിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇസ്സത്തുള്ള സൊല്യൂഷൻ കാരണമായത് ദീനൈതിക്ക് ഞങ്ങളുടെ സൊല്യൂഷൻ. അതിൽ പിന്നെ വേറെ എല്ലാ വിഷയം വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ദുആർക്കും അതേപോലെ ദീൻറോ എന്തോ ദീനിന്റെ പാരായണാക്കി നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു മുസ്ലിമിക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ. അല്ലാഹു ശിർക്കും അതേപോലെ മുശ്രിക്കീനെ അല്ലാഹു സില്ലത്തിലാക്കട്ടെ. അല്ലാഹു മുസ്ലിമിക്ക് അധികാരത്തും ഇസ്സത്തും സഹായത്തും അല്ലാഹു ആകട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على نبينا محمد وعلى اله وصحبه وسلم.